ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. പള്ളിയിൽ എങ്ങനെയാണോ അങ്ങനെ നമസ്കരിക്കുമെന്നുള്ള തബ്ലീഗ് ജമാഅത്ത് സുഹൃത്തുക്കളുടെ നയമാണോ? അല്ല. പിന്നെ സല്ലൂ കമാ റഅയ്തുമൂനി ഉസല്ലി, ഞാൻ എങ്ങനെ നമസ്കരിച്ചു നിങ്ങൾ കണ്ടോ അങ്ങനെ നിങ്ങൾ നമസ്കരിക്കുമെന്നാണ്. ജനങ്ങളെ, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമസ്കരിച്ച പോലെയാണ് നമസ്കരിക്കേണ്ടതെന്ന് വിശ്വസിക്കുന്ന ഏതെങ്കിലും സംഘടനകൾ ഈ രാജ്യത്തുണ്ടോ? എങ്കിൽ അത് മുജാഹിദ് പ്രസ്ഥാനം മാത്രമാണ്. മുജാഹിദ് പ്രസ്ഥാനം എന്ന മഗ്‌രിബ് നമസ്കരിച്ചത്, ഇപ്പോൾ ആയിരക്കണക്കിന് പള്ളികളിൽ എസ നമസ്കരിച്ചുകൊണ്ടിരിക്കുന്നത്, യാത്രക്കാർ എസ നമസ്കരിച്ചു കഴിഞ്ഞത് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം 14 നൂറ്റാണ്ട് മുമ്പ് നമസ്കരിച്ച അതേ രീതിയിലാണ്. ഒളിവെടുക്കുമ്പോൾ മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ പ്രവർത്തകർ തല മുഴുവൻ തടവുന്നു. അല്ലേ? എല്ലാ സുന്നി കിതാബുകളിലും തല മുഴുവനാണ് തടവേണ്ടതെന്ന് പറഞ്ഞിട്ടുണ്ട്. ഏത് സുന്നി കിതാബിൽ നോക്കൂ, വധുവിന്റെ സുന്നത്തുകളിൽ തല മുഴുവൻ തടവുക എന്നുണ്ട്. സുന്നത്തെടുക്കുന്നവന്റെ പേരല്ലേ സുന്നി? സുന്നത്തെടുക്കുന്നവരുടെ പേരല്ലേ സുന്നി? ജനങ്ങളെ, സുന്നികൾ എത്ര ആളുകൾ തല മുഴുവൻ തടവുന്നുണ്ട്? കുറവാണ്. അല്ലേ? റസൂലുള്ള പഠിപ്പിച്ചത് തല മുഴുവൻ തടവാനാണ്. മുജാഹിദുകൾ ചെയ്യുന്നത് തല മുഴുവൻ തടവുകയാണ്. വധുവെടുത്തു കഴിഞ്ഞാൽ പിന്നെ നമസ്കാരമാണ്. നമസ്കാരത്തിൽ ആദ്യമായി ചെയ്യുന്ന പണി കൈകെട്ടലാണ്. കൈകെട്ടുക എന്നത് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മാത്രം സുന്നത്തല്ല, പിന്നെയോ മുഴുവൻ നബിമാരുടെയും സുന്നത്താണ്. മുഴുവൻ നബിമാരുടെയും സുന്നത്താണ്. ആ കൈ നബി എവിടെയാ വെച്ചത്? കാന യളഉ യദഹുൽ യുംനാ അലൽ യുസ്റാ അലാ സദ്രിഹി. ഇടത്തെ കൈയിന്റെ മേലെ വലത്തെ കൈ നെഞ്ഞത്ത് വെച്ചു. നെഞ്ഞിന്റെ ഇടത്തെ ഭാഗത്തല്ല, നെഞ്ഞിന്റെ മേലെ ഭാഗത്തല്ല, കഴുത്തിലല്ല, നെഞ്ഞിന്റെ താഴെ പള്ളമ്മലല്ല, പൊക്കിളുമ്മലല്ല, കൈ കെട്ടാതെയുമല്ല, പോക്കിരിക്കെട്ടല്ല, വാദം പിടിച്ച കെട്ടല്ല, ശരിയായ രീതിയിൽ അള്ളാഹുവിന്റെ റസൂൽ അങ്ങനെയാ കൈകെട്ടിയത്. ജനങ്ങളെ, റസൂല് കൈകെട്ടിയ പോലെ കൈകെട്ടണമെന്ന് വാശിയുള്ള, താല്പര്യമുള്ള, സ്നേഹമുള്ള, ഇഷ്ടമുള്ള ആരുണ്ട് ഈ ലോകത്ത്? അത് മുജാഹിദ് പ്രസ്ഥാനമാണ്. സഹീഹായ ഹദീസാണ്. കിതാബുകളിലെല്ലാം പറയുന്നുണ്ട് എന്താണ് ഇതിന്റെ തത്വമെന്ന്. ഹിഫ്ളുൽ ഖൽബി അനിൽ ഖവാതിരി, മറ്റു ചിന്തകളിൽ നിന്ന് ഹൃദയത്തെ തടുത്തു നിർത്താനാണ്. എവിടെയാ കൈവെക്കേണ്ടത്? അലാ അഷ്റഫിൽ അഅ്ളാഇ, ഏറ്റവും ശ്രേഷ്ഠമായ അവയവത്തിന്റെ മീതെ. ഈ സംസാരം കേട്ടുകൊണ്ടിരിക്കുന്ന ആർക്കെങ്കിലും ഈ വിഷയങ്ങളിൽ എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ ചോദിക്കണേ എന്ന് അപേക്ഷിക്കുകയാണ്. കാരണം അറിയാൻ വേണ്ടിയാണ് ഇരിക്കുന്നത്. അറിഞ്ഞാണ് നമ്മൾ പോകേണ്ടത്. പീഡികക്കോലായിൽ തർക്കമുണ്ടാക്കേണ്ട ആവശ്യമില്ലാത്ത വിധം ക്ലിയറായി പോകാനാണ്. അല്ലേ? മഹാനായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം കൈകെട്ടിയിട്ട് തല സുജൂദിന് നേരെ താഴ്ത്തിയിട്ട് നേരെ നിന്നിട്ട് ഫർളുകളിൽ അല്ലാഹുമ്മ ബാഇദ് ബൈനി ഓതി, സുന്നത്തുകളിൽ വജ്ഹത്തു ഓതി, പിന്നീട് ഫാത്തിഹ ഓതുന്നു. ളുഹറിനും അസ്റിനും മഗ്രിബിലെ 3നും 3ാമത്തേതിനും ഇശായിലെ 3-4 റക്അത്തുകളിലും ഫാത്തിഹ മെല്ലെയാണ്. എല്ലാ നമസ്കാരങ്ങളിലും എല്ലാ ഫാത്തിഹയുടെയും തുടക്കത്തിൽ ഔദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം ഉണ്ട്, മെല്ലെയാണ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ഉണ്ട്, മെല്ലെയാണ്. ലോകത്ത് ഏറ്റവും കൂടുതൽ സുന്നികൾ ഹനഫി മദ്ഹബിലാണ്. ഷാഫി ഇമാം ജനിക്കുന്ന ദിവസമാണ് അബൂ ഹനീഫ ഇമാം മരിക്കുന്നത്. പഴയ മദ്ഹബാണ്. ഏറ്റവും കൂടുതൽ സുന്നികളുള്ള മദ്ഹബ് ഹനഫി മദ്ഹബാണ്. 12.5 നൂറ്റാണ്ടായി ലോകത്തൊരൊറ്റ ഹനഫി സുന്നിയും ഒരിക്കൽ പോലും ബിസ്മി ഉറക്ക ഓതുന്നില്ല. കട്ടതാണോ? അല്ല. വിട്ടതാണോ? അല്ല. പിന്നെ മഹാനായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രിയപ്പെട്ട വേലക്കാരൻ 10 കൊല്ലത്തോളം റസൂലുള്ളാഹിന്റെ കൂടെ സഹവസിച്ച അനസ് റളിയല്ലാഹു അൻഹു പറയുകയാണ്, സല്ലൈതു ഖൽഫൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വഅബീ ബക്കർ വഉമർ വഉസ്മാൻ വഅലി ഫകാനൂ യഫ്തതിഹൂന അസ്സലാത ബിൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. നബിയുടെയും 4 ഖലീഫമാരുടെയും പിറകിൽ നിന്ന് ഞാൻ നമസ്കരിച്ചിട്ടുണ്ട്. അവരെല്ലാവരും നമസ്കാരം ആരംഭിക്കാറ്, നമസ്കാരം ഉദ്ഘാടനം ചെയ്യാറ് അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ കൊണ്ടാണ്.
ബിസ്മി എവിടെ പോയി? വകാനൂ യുസിറൂന, അവർ രഹസ്യമായിട്ടാണ് ചൊല്ലാറ്. ലാ യജ്ഹറൂന ഫി അവ്വലി ഖിറാഅത്തിൻ വലാ ബിആഖിരിഹി, അത് പാരായണത്തിന്റെ തുടക്കത്തിലോ ഒടുക്കത്തിലോ ഉറക്കെ ഓതാറില്ല. ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന മതപണ്ഡിതന്മാരെ, ഉസ്താദുമാരെ, നിങ്ങൾ പഠിച്ചിട്ടില്ലേ? കിതാബുകളിൽ പഠിച്ചിട്ടില്ലേ? ഹദീസുകളിൽ പഠിച്ചിട്ടില്ലേ? ഉസ്താദേ, അള്ളാഹു പഠിപ്പിച്ചു തന്നത്, റസൂല് പഠിപ്പിച്ചു തന്നത് ജനങ്ങൾക്ക് എന്താ പറഞ്ഞു കൊടുത്താൽ? ഇന്നല്ലദീന യക്തുമൂന മാ അൻസൽനാ മിനൽ ബയ്യിനാതി വൽ ഹുദാ മിൻ ബഅദി മാ ബയ്യനാഹു ലിന്നാസ് ഉലൈക യൽഅനുഹുമുല്ലാഹു വയൽഅനുഹുമുൽ ലാഇനൂൻ. നാം ഇറക്കിത്തന്ന സത്യമായ ആശയത്തിനെ മനസ്സിലായ ശേഷം, വ്യക്തമാക്കി തന്ന ശേഷം മറച്ചു വെക്കുന്നവരാരോ അവരെ അള്ളാഹു ശപിക്കും. ശപിക്കുന്നവരെല്ലാം ശപിക്കുന്നെന്ന് ഖുർആൻ പറഞ്ഞിട്ടില്ലേ? ജനങ്ങളെ, ശരിയല്ലേ? ആണ്. എങ്കിൽ ഉസ്താദുമാരോട് നിങ്ങൾ പറയണം, റസൂലുള്ള നിസ്കരിച്ചത് എങ്ങനെയാണ് എന്ന് പറഞ്ഞു തരാൻ, റസൂലുള്ള ഒതുവെടുത്തത് എങ്ങനെയാണ് എന്ന് പഠിപ്പിച്ചു തരാൻ. 6ഓളം സഹാബിമാരുടെ ഹദീസുകൾ കാണാം. ഒതുവെടുത്ത് സഹാബത്തിന് കാണിച്ചു കൊടുത്തിട്ട്, സഹാബത്ത് ജനങ്ങൾക്ക് കാണിച്ചു കൊടുത്തിട്ട് പറയുന്നതായി എന്ത്? ഹകദാ റഅയ്തു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യതവല്ലഉ, ഇങ്ങനെയാണ് അല്ലാഹുവിന്റെ റസൂൽ ഒതുവെടുക്കുന്നതായി ഞാൻ കണ്ടത് എന്ന്. ഉസ്താദേ, ജനങ്ങൾക്ക് പഠിപ്പിച്ചു കൊടുക്കേണ്ടത് ഇതാ, റസൂലുള്ള ഇങ്ങനെയാണ് ഒതുവെടുത്തത് എന്ന്, റസൂലുള്ള ഇങ്ങനെയാണ് നമസ്കരിച്ചത് എന്ന്. അപ്പോൾ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ കൊണ്ട് തുടങ്ങുന്നു. അതെ, അങ്ങനെ നമസ്കാരം മുന്നോട്ട് പോകുന്നു. നമസ്കാരം കഴിഞ്ഞാലോ? നമസ്കാരം കഴിഞ്ഞാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അല്ലാഹു അക്ബർ എന്ന് പറയും, അസ്തഗ്ഫിറുല്ലാഹ് 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 എന്ന് പറയും. അല്ലാഹുമ്മ അൻതസ്സലാമു മിൻകസ്സലാം തബാറക്ത യാൽ ജലാലി വൽ ഇക്റാം ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹുൽ മുൽക്കു വലഹുൽ ഹംദു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ അല്ലാഹുമ്മ ലാ മാനിഅ ലിമാ അഅതൈത വലാ മുഅതിയ ലിമാ മനഅത വലാ യൻഫഉൽ ജദ്ദു മിൻകൽ ജദ്ദ് എന്ന് പറയും. എന്നിട്ട് അവിടെ എഴുന്നേറ്റ് പോകും. ഹദീസുകളിലില്ലേ? ഉണ്ട്. ബുഖാരിയിലില്ലേ? ഉണ്ട്. മറ്റ് കിതാബിൽ എന്താ പറഞ്ഞത്? 142-ാമത്തെ പേജിൽ മലയാള പരിഭാഷ പി അബ്ദുൽ അസീസ് മുസ്ലിയാർ പരിഭാഷപ്പെടുത്തിയത്. പിന്നിൽ സ്ത്രീകളില്ലെങ്കിൽ ഇമാം സലാം വീട്ടിയ ഉടനെ നമസ്കാര സ്ഥലം വിട്ടുപോകേണ്ടതാണ്. അതാണ് ഉംദയിൽ പറഞ്ഞത്. അതാണ് എല്ലാ ഫിഖ്ഹിന്റെ കിതാബുകളിലും പറഞ്ഞത്. എന്താണ്? പിന്നിൽ സ്ത്രീകളില്ലെങ്കിൽ അപ്പൊ ഉണ്ടാകാമെന്ന് വന്നു. ഇല്ലെങ്കിൽ എന്ത് ചെയ്യണം? ഇമാം നമസ്കാരം കഴിഞ്ഞ ഉടനെ നമസ്കാര സ്ഥലം വിട്ടുപോകണം. ഉസ്താദുമാരോട് ചോദിക്കൂ, കിതാബിൽ അങ്ങനെ ഉണ്ടോ എന്ന്. ഉണ്ടെങ്കിൽ എന്താ അത് പറഞ്ഞു തരാത്തത്? മുജാഹിദ് പ്രസ്ഥാനം എന്ന് പറയേണ്ടി വന്നില്ലേ? മുജാഹിദ് പ്രസ്ഥാനം എന്ന് പറയേണ്ടി വന്നില്ലേ? പള്ളി ദർസിൽ ഓതുന്ന കിതാബുകളിൽ ഇങ്ങനെയൊക്കെ ഉണ്ട് എന്ന്. എന്താ എഴുന്നേറ്റ് പോകാത്തത്? മുജാഹിദ് പ്രസ്ഥാനം പഠിപ്പിക്കുന്നത് കൂട്ടപ്രാർത്ഥനയാണ്. മുസ്ലിയാക്കന്മാര് പഠിപ്പിക്കുന്നത് കൂട്ട ആമീനാണ്. നിങ്ങളാരും പ്രാർത്ഥിക്കാൻ പാടില്ല, ഞാൻ മാത്രം പ്രാർത്ഥിച്ചാൽ മതി, നിങ്ങൾ ആമീൻ ചൊല്ലിയാൽ മതി എന്ന് ഉസ്താദ് പറയുന്നു. മുജാഹിദ് പ്രസ്ഥാനം പറയുന്ന ജനങ്ങളെ, നിങ്ങളുടെ വിഷമങ്ങള്, നിങ്ങളുടെ സ്വകാര്യമായ പ്രശ്നങ്ങൾ, തെറ്റുകൾ, കുറ്റങ്ങൾ, അബദ്ധങ്ങൾ, അപാകതകള്, ഗൾഫിലുള്ളവരുടെ വിഷയങ്ങള്, വിഷമങ്ങള്, ആശുപത്രിയിൽ കിടക്കുന്നവരുടെ പ്രശ്നങ്ങള്, വീട്ടിലുള്ളവരുടെ അവശതകള്, സാമ്പത്തികവും സാമുദായികവുമായ പ്രശ്നങ്ങള് എല്ലാം പടച്ച തമ്പുരാനോട് പറയാൻ പറ്റിയ അവസരമാണ്. നിങ്ങളെല്ലാവരും പ്രാർത്ഥിക്കണേ, കൂട്ടപ്രാർത്ഥന നടത്തണേ എന്നാണ്. കൂട്ട ആമീനല്ല നടത്തേണ്ടത്. ഒരാൾ പ്രാർത്ഥിച്ചിട്ട് മറ്റുള്ളവർ ആമീൻ പറയുകയല്ല വേണ്ടത്, മറിച്ച് എല്ലാവരും പ്രാർത്ഥിക്കുകയാണ് എന്നാണ്. എന്ത് തോന്നുന്നു? കിതാബിൽ എങ്ങനെയാ? റസൂൽ ഇങ്ങനെയാ ഗണിച്ചത്. റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെയാ കാണിച്ചത്. ഈ മാർഗത്തിലേക്കാണ് നമ്മൾ ക്ഷണിക്കുന്നത്. നോക്കൂ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സുബഹിക്ക് മാത്രമായി ഒരൊറ്റ ദിവസം, എങ്ങനെ? ഒരൊറ്റ ദിവസം മിഅ്റാജിന്റെ രാത്രിയിൽ 5 നേരത്തെ നമസ്കാരം ഫർളായത് മുതൽ 10 കൊല്ലം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം 10 കൊല്ലം റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം 20,000-ഓളം നമസ്കാരങ്ങൾക്ക് നേതൃത്വം നൽകിയിട്ട് ഒരു 4,000-ഓളം ദിവസം റസൂലുള്ള സുബഹി നമസ്കരിച്ചിട്ട് ഒരൊറ്റ ദിവസം സുബഹിക്ക് മാത്രമായി
റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖുനൂത്ത് ഓതിയിട്ടില്ല. ഷാഫി മദ്ഹബിനേക്കാൾ പഴക്കമുള്ള ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് അനുയായികൾ അധികമുള്ള ഹനഫി മദ്ഹബിൽ 12ര നൂറ്റാണ്ടായി ഒരൊറ്റ ദിവസം പോലും സുബ്ഹിക്ക് ഖുനൂത്ത് ഓതുന്നില്ല. എന്താ സത്യം? എന്താ സത്യം? അബൂ ത്വാരിഖ് അൽ-അസ്ജഈ തന്റെ പിതാവായ സഹാബിയോട് താരിഖ് ഇബ്നു അസ്യം റളിയല്ലാഹു അൻഹുവിനോട് ചോദിക്കുകയാണ്, അഫഖാനു യഖ്നുതൂന, പിതാവേ, നബിയുടെയും 4 ഖലീഫമാരുടെയും പിറകിൽ നിന്ന് നിങ്ങൾ നമസ്കരിച്ചിട്ടുണ്ടല്ലോ. അഫഖാനു യഖ്നുതൂന ഫിൽ ഫജ്രി, അവരാരെങ്കിലും സുബ്ഹി നമസ്കാരത്തിന് ഖുനൂത്ത് ഓതിയിരുന്നോ? അപ്പോൾ നസായി 1082 ഹദീസിൽ കാണാം, ഐ ബുനയ്യ, ഇല്ല മോനെ, ഇന്നഹാ ബിദ്അത്തുൻ, അത് ബിദ്അത്താണ്, പുതുതായി ഉണ്ടായ കാര്യമാണ്, നബിയുടെയോ 4 ഖലീഫമാരുടെയോ കാലത്തില്ലാത്ത കാര്യമാണ്. ആരാ പറയുന്നത്? സഹാബിയാണ് പറയുന്നത്. എവിടെയാണ്? നസായി എന്ന ഹദീസ് ഗ്രന്ഥത്തിലാണ് കാണുന്നത്. ഉസ്താദുമാരോട് ചോദിക്കൂ, ഇങ്ങനെ ഉണ്ടോ എന്ന്. ഇതല്ലേ മുജാഹിദുകൾ പറയുന്നത്? ഇതല്ലേ മുജാഹിദുകൾ പറയുന്നത്? അല്ലേ? ശരി. മുജാഹിദ് പള്ളികളിൽ എന്താ ദീനിന് നിരക്കാത്തതുള്ളത്? സ്ത്രീകൾ പള്ളിയിൽ പോകുന്നതാണോ? ശരി. പള്ളികളിൽ ഏറ്റവും പ്രധാനപ്പെട്ട 3 പള്ളി ഏതാ? മസ്ജിദുൽ ഹറാമല്ലേ? മസ്ജിദുൽ നബവിയല്ലേ? മസ്ജിദുൽ അഖ്സയല്ലേ? അവിടെ സ്ത്രീകൾ വരുന്നുണ്ടോ? ഉണ്ട്. അല്ലാഹുവിന്റെ റസൂലിന്റെ ഹദീസുകളിൽ എവിടെയെങ്കിലും അവിടെ പള്ളിയിൽ പെണ്ണുങ്ങൾക്ക് പോകാം, ബാക്കിയുള്ളതിൽ പാടില്ല എന്ന് എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ? ഇന്ന് നിർത്താം, ഒരു ഹദീസ് കൊണ്ടുവരൂ. ഉസ്താദുമാരോട് പറയൂ, മുജാഹിദുകൾക്ക് ഒരു ഹദീസ് കാണിച്ചു കൊടുത്താൽ 1000-ലധികം മുജാഹിദ് പള്ളികളിൽ വരുന്ന എല്ലാ പെണ്ണുങ്ങളെയും തടയാം. 3 പള്ളികളിൽ പെണ്ണുങ്ങൾക്ക് പോകാം, ബാക്കിയുള്ളതിൽ പോകാൻ പാടില്ല എന്നാണെങ്കിൽ ലോകത്തിന്റെ നാനാഭാഗങ്ങളിൽ, ഉസ്താദ് കാന്തപുരം ബഹ്റൈനിലെ അറാദ് പള്ളിയിൽ ജുമാ നടത്തിയല്ലോ, അവിടെ അടക്കം 5 നേരം പള്ളിയിൽ വരുന്ന പെണ്ണുങ്ങൾ. ഇപ്പോ നമ്മുടെ പിതാക്കന്മാരുടെ കാലത്തില്ലാത്ത, വല്യപ്പന്മാരുടെ കാലത്തില്ലാത്ത ഒരു ബോർഡ് നിങ്ങൾ കാണുന്നില്ലേ? പള്ളിയുടെ കുറച്ചപ്പുറത്ത് പട്ടി തൊട്ട കലം പോലെ ഒരു ബിൽഡിംഗ്, അവിടെ എഴുതി വെച്ചിരിക്കുന്നു, യാത്രക്കാരികളായ സ്ത്രീകൾക്ക് നമസ്കരിക്കാനുള്ള സ്ഥലം. ഇതേത് മദ്ഹബാ? ഷാഫി മദ്ഹബാണോ? ഹനഫി മദ്ഹബാണോ? ഹംബലി മദ്ഹബാണോ? മാലിക്കി മദ്ഹബാണോ? അല്ല, നിവൃത്തികേടിന്റെ മദ്ഹബ്. മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ പ്രചാരണത്തിന്റെ കൊടുങ്കാറ്റിൽ ആടിയുരയാതിരിക്കാൻ വേണ്ടി തൽക്കാലം ഒരു മുട്ടിശാന്തിക്ക് എഴുതി വെച്ചതാ അല്ലേ? നിങ്ങൾ ചോദിക്കൂ, ചിന്തിക്കൂ ചങ്ങാതിമാരെ. പള്ളിയിൽ കയറിയാൽ അള്ളാഹുവിന്റെ റഹ്മത്തിനെ ചോദിക്കാം. അല്ലാഹുമ്മ ഫ്തഹ്ലി അബ്വാബ റഹ്മതിക്, അല്ലാഹുവേ നിന്റെ റഹ്മത്തിന്റെ കവാടങ്ങൾ എനിക്ക് നീ തുറന്നിട്ട് തരണമേ എന്ന് നമ്മുടെ പെങ്ങൾക്ക് പ്രാർത്ഥിക്കാൻ അവകാശമില്ലേ? മകൾക്ക് പ്രാർത്ഥിക്കാൻ അവകാശമില്ലേ? ഉമ്മാക്ക് പ്രാർത്ഥിക്കാൻ അവകാശമില്ലേ? ഭാര്യയ്ക്ക് പ്രാർത്ഥിക്കാൻ അവകാശമില്ലേ? ഉണ്ട്. അതിനുള്ള അവസരമാണ് മുജാഹിദ് പ്രസ്ഥാനം ഒരുക്കിയത്. മക്കത്ത് മദീനത്ത് മുഹമ്മദ് നബി ഒരുക്കിയ പോലെ, മക്കത്ത് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം ഒരുക്കിയ പോലെ അല്ലേ? റബ്ബനാ ഇന്നനി യസ്കന്തു മിൻ ദുർരിയതി ബിവാദിൻ ഗൈരി ദി സറഇൻ ഇൻദ ബൈതിക്കൽ മുഹറം റബ്ബനാ ലിയുഖീമുസ്സലാ. റബ്ബേ, എന്റെ ഭാര്യമാരിൽ ഒരുവളെ, കുഞ്ഞുങ്ങളെയും ഞാൻ ഇവിടെ താമസിപ്പിക്കുന്നത് റബ്ബനാ ലിയുഖീമുസ്സലാ, അവർ നമസ്കാരം നിലനിർത്തുന്നവരാകാൻ വേണ്ടിയാണ് എന്നല്ലേ ഖുർആൻ പറഞ്ഞത്? അതല്ലേ ഇബ്രാഹിം നബിയുടെ പ്രാർത്ഥന? ഇതൊന്നും ചിന്തിക്കാൻ എന്തുകൊണ്ടാണ് ഉസ്താദുമാർക്ക് കഴിയാത്തത്? ജനങ്ങളെ ഉസ്താദുമാർക്ക് കഴിയുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് എന്തുകൊണ്ടാണ് ചിന്തിക്കാൻ കഴിയാത്തത്? അപ്പോ ഖൈറു സുഫൂഫിൻ നിസായി ആഖിറുഹാ, പെണ്ണുങ്ങളുടെ ഏറ്റവും പുണ്യമേറിയ സഫ് ഏറ്റവും പിന്നിലേതാണ് എന്ന് റസൂലുള്ള പറഞ്ഞിട്ടില്ലേ? പുണ്യമേറിയ സഫ് എന്നല്ലേ പറഞ്ഞത്? പുണ്യമില്ലാത്ത സഫ് എന്നല്ലല്ലോ, പുണ്യമേറിയ സഫ് എന്നല്ലേ പറഞ്ഞത് അല്ലേ? എന്താ മുജാഹിദ് പ്രസ്ഥാനത്തിന് നിങ്ങൾ കണ്ട കുഴപ്പം? സ്ത്രീകള് മുജാഹിദുകൾ ഒരുക്കുന്ന ഈദ്ഗാഹിലേക്ക് സുന്നി പെണ്ണുങ്ങളും ജമാഅത്തെ ഇസ്ലാമി പെണ്ണുങ്ങളും തബ്ലീഗ് ജമാഅത്ത് പെണ്ണുങ്ങളും മുജാഹിദ് പെണ്ണുങ്ങളും ഒക്കെ പോകുന്നു എന്നതാണോ കുഴപ്പം? ആരാ ഇത് പഠിപ്പിച്ചത്?
പഠിപ്പിച്ചത് മഹാനായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയല്ലേ? ഹദീസ് ഗ്രന്ഥങ്ങളിലെല്ലാം കാണുന്നതല്ലേ ചങ്ങാതിമാരെ? അമറനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഉമിർനാ, ഞങ്ങൾ കൽപ്പിക്കപ്പെട്ടു, ഞങ്ങളോട് റസൂലുള്ളാഹി കൽപ്പിച്ചു എന്തിന്? അൻനുഖ്രിജൽ ഹുയ്യള വദവാത്തിൽ ഖുദൂർ, അർത്ഥവകാരികളെ വരെ, കൂടാരങ്ങളിൽ ഒതുങ്ങിക്കഴിയുന്ന പെണ്ണുങ്ങളെ വരെ ഈദ്ഗാഹിലേക്ക് കൊണ്ടുപോകാൻ ഞങ്ങൾ കൽപ്പിക്കപ്പെട്ടു. ഫൽയശ്ഹദനൽ ഖൈറ, അവർ പുണ്യത്തിൽ സാക്ഷികളാകട്ടെ. വദഅവത്തുൽ മുസ്ലിമീൻ, മുസ്ലിങ്ങളുടെ പ്രാർത്ഥനകളിൽ അവർ പങ്കുകൊള്ളട്ടെ. എന്നിട്ട് ആർത്തവകാരികൾ നമസ്കാരത്തിന് വിട്ടുനിൽക്കട്ടെ എന്ന് ഹദീസില്ലേ ഉണ്ട്. ആ ഹദീസ് അനുസരിച്ച് ചെയ്തു എന്നതാണോ മുജാഹിദ് പ്രസ്ഥാനം ചെയ്ത തെറ്റ്? അവർക്ക് ആ പ്രാർത്ഥനയിലും പുണ്യത്തിലും പങ്കെടുക്കാൻ അവസരം നൽകി എന്നതാണോ ചെയ്ത തെറ്റ്? മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് 19 or 20 പെരുന്നാൾ നമസ്കാരങ്ങൾ നടന്നു. ഒരു നമസ്കാരവും പള്ളിയിൽ നിർവഹിച്ചിട്ടില്ല. പള്ളി വിശാലമായിരുന്നു, 10,000-കണക്കിന് ആളുകളെ ഉൾക്കൊള്ളുന്നതായിരുന്നു. ഒരിക്കൽ പോലും പള്ളിയിൽ നിന്ന് ഇത് പെരുന്നാൾ നമസ്കാരം നിർവഹിച്ചില്ല. മുജാഹിദുകളും കഴിയുന്നത്ര പള്ളിക്ക് പുറത്ത് ഈദ്ഗാഹിൽ നമസ്കരിക്കുന്നു. ഇതാണോ മുജാഹിദ് പ്രസ്ഥാനം ചെയ്തിട്ട്? ജനങ്ങളെ ചിന്തിക്കുക. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വെള്ളിയാഴ്ച ആളെ കൂട്ടുന്ന ദിവസമായി നിശ്ചയിച്ചു. ആണുങ്ങളെ കൂട്ടുന്ന ദിവസമായി നിശ്ചയിക്കുന്നു ഉസ്താദുമാർ, ആളെ കൂട്ടുന്ന ദിവസമായി നിശ്ചയിക്കുന്നു റസൂലുള്ളാഹ്. ആദ്യകാലത്ത് സൂറത്തു ജുമുഅയുടെ അവസാനത്തെ ആയത്ത് നോക്കൂ. വഇദാ റഔ തിജാറതൻ ഔ ലഹവൻ ഫല്ലൂ ഇലൈഹാ വതറകൂക ഖായിമാ ഖുൽ മാ ഇൻദല്ലാഹി ഖൈറും മിനൽ ലഹ്വി വമിനത് തിജാറ വല്ലാഹു ഖൈറുർ റാസിഖീൻ. അവർ വല്ല കച്ചവടമോ വിനോദമോ കണ്ടാൽ താങ്കളെ നിന്ന നിലയിൽ നിർത്തിയിട്ട് അവരതാ പിരിഞ്ഞു പോകുന്നു. ആയത്ത. അപ്പൊ എന്തോ ഒരു പ്രശ്നമാണല്ലോ പറയുന്നത്. എന്താണ് ആ പ്രശ്നം? റസൂലുള്ളാഹി ഖുത്ബ നിർവഹിച്ചുകൊണ്ടിരിക്കെ കച്ചവട യാത്രാ സംഘം വരുന്ന മുട്ടും വിളിയും ശബ്ദവും കേട്ടോ. അപ്പോ ഖുത്ബ കേൾക്കാൻ വന്ന സഹാബിമാർ ഇറങ്ങി ഓടി. കുറച്ചാളുകൾ മാത്രം ബാക്കിയായി. റസൂലുള്ളാഹി പറഞ്ഞു, എണ്ണുവിൻ. അവർ എണ്ണി, 12 ആണും 1 പെണ്ണും. മുജാഹിദ് പള്ളിയാണോ? മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുജാഹിദാണോ? ആ പെണ്ണൻ ആ ആണുങ്ങളും മുജാഹിദുകളാണോ? ഉസ്താദുമാരോട് നിങ്ങളൊന്നും ചോദിക്കൂ. ഇത് ഒന്നാമത്തെ കാലത്താ, ആദ്യകാലത്താ. പിന്നീട് ഒരിക്കലും റസൂലുള്ളാഹിനെ വിട്ടവർ പോയിട്ടില്ല. അവസാന കാലത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഏറ്റവും അവസാനത്തെ മകൻ ഇബ്രാഹിം റളിയല്ലാഹു അൻഹു മരിച്ച ദിവസം ഗ്രഹണമുണ്ടായി. ആ ഗ്രഹണ നമസ്കാരം നടക്കുന്നത് പള്ളിയിലാ. ഐസ റളിയല്ലാഹു അൻഹയുടെ സഹോദരി അസ്മാ റളിയല്ലാഹു അൻഹ പറയുകയാണ്, ഫദഖൽതുൽ മസ്ജിദ, ഞാൻ പള്ളിയിൽ പ്രവേശിച്ചു. അപ്പൊ ചങ്ങാതിമാരെ, റസൂലുള്ളാഹി വഫാത്താകുന്നതിന്റെ ഏതാനും ദിവസങ്ങൾക്ക് മുമ്പാണ് ഈ സംഭവം. പള്ളിയിൽ കഴിഞ്ഞോ? ഇല്ല. കാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യഅതകിഫുൽ അശ്റൽ അവാഖിറ മിൻ റമളാന ഹത്താ തവഫാഹു അല്ലാഹുൽ മൗത്ത് സുമ്മ യതകഫ അസ്വാജുഹു ബഅദഹു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം റമളാനിലെ അവസാനത്തെ 10 ഇത്തികാഫ് ഇരിക്കാറുണ്ട്. പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലശേഷവും അവിടുത്തെ ഭാര്യമാർ ഇത്തികാഫിരുന്നു. ബുഖാരിയിലില്ലേ? ഉണ്ട്. ഉസ്താദുമാർ കണ്ടിട്ടില്ലേ? ഉണ്ട്. എന്താ ആശയം? ഇത്തികാഫ് ഇരുന്നു എന്നോ ഇരുന്നില്ല എന്നോ? ഇരുന്നു. എവിടെയാ? പള്ളിയില്. അപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഭാര്യമാര് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വഫാത്തിന് ശേഷവും ഇത്തികാഫ് ഇരുന്നോ? ശരി. എന്താ ചങ്ങാതിമാരെ സംശയം? ആർക്കാ സംശയം? അപ്പോൾ ഇതാണോ മുജാഹിദ് പ്രസ്ഥാനം ചെയ്ത തെറ്റ്? നോക്കൂ, റമളാനിൽ ലോകത്തിന്റെ നാനാഭാഗങ്ങളിൽ ലക്ഷക്കണക്കിന് പള്ളികളിൽ തറാവീഹ് നമസ്കാരം നടന്നു. ചില പള്ളികളിൽ 23 ചില പള്ളികളിൽ 11. അല്ലാഹുവിന്റെ റസൂൽ എത്രയാ നമസ്കരിച്ചത്? മാ കാന യസീദു ഫീ റമളാന വലാ ഫീ ഗൈരിഹി അലാ 11 റക്അ. റമളാനിലാകട്ടെ അല്ലാത്ത കാലത്താകട്ടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം 11-ലപ്പുറം നമസ്കരിച്ചിട്ടില്ല. ബുഖാരിയിലല്ലേ ഉള്ളത്? ആയിഷ ബീവിയല്ലേ പറയുന്നത്?
അമറ ഉമറു ഉബയ്യ ഇബ്നു കഅബ് തമീം അദ്ദാരി യഖൂമാ ലിന്നാസി 11 റക്അ ഉബയ്യ ഇബ്നു കഅബിനോടും തമീം അദ്ദാരിയോടും ഉമർ റളിയല്ലാഹു അൻഹു 11 റക്അത്ത് നമസ്കരിക്കാൻ ഇമാമത്ത് നിൽക്കാൻ കൽപ്പിച്ചു. 11 റക്അത്ത് ഇമാമത്ത് നമസ്കരിക്കാൻ കൽപ്പിച്ചു. 11 റക്അത്ത് നിന്നിട്ട് ഇമാമത്ത് നിൽക്കാൻ കൽപ്പിച്ചു എന്ന് ഇമാം മാലിക്കിന്റെ മുവത്തയിലില്ലേ ഉണ്ട്. ചങ്ങാതിമാരെ, ഇതാണോ മുജാഹിദ് പ്രസ്ഥാനം ചെയ്ത തെറ്റ്? ഇതാണോ മുജാഹിദ് പ്രസ്ഥാനം ചെയ്ത തെറ്റ്? മഹാനായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം 11 നമസ്കരിച്ചിട്ടില്ല. അതുകൊണ്ട് നമ്മൾ 11 നമസ്കരിക്കുന്നില്ല. ഇതാണോ തെറ്റ്? സുന്നത്തല്ലേ, എത്രയുമാക്കാം എന്ന് ചില ചങ്ങാതിമാര് പറയുന്നുണ്ട്. തഹിയ്യത്ത് 2 റക്അത്ത 3 ആക്കാൻ പറ്റുമോ? 4 ആക്കാൻ പറ്റുമോ? സുബഹിക്കുമ്പോൾ 2 റക്അത്ത് 4 ആക്കാൻ പറ്റുമോ? മയ്യത്ത് നമസ്കാരം സുജൂദ് പറ്റുമോ? റുക്കൂ പറ്റുമോ? ഇല്ല. പറ്റില്ല എന്ന് അല്ലാഹു പറഞ്ഞോ? ഇല്ല. റസൂലുള്ള പറഞ്ഞോ? ഇല്ല. പിന്നെന്താ? അങ്ങനെയാ റസൂലുള്ള ചെയ്തത്. അതെ, തറാവീഹ് എത്രയാ റസൂലുള്ള മാക്സിമം നിസ്കരിച്ചത്? 11. ഇതാണോ മുജാഹിദ് പ്രസ്ഥാനം ചെയ്ത തെറ്റ്? ആണോ? നിങ്ങൾ പറയും. ശരി, നമസ്കാരത്തിന്റെ കാര്യം വെള്ളിയാഴ്ച ഖുതുബ ജനങ്ങൾക്ക് മനസ്സിലാകുന്ന ഭാഷയിലാണ് മുജാഹിദ് പ്രസ്ഥാനം നിർവഹിക്കുന്നത്. കാന്തപുരത്തിന്റെ ജംഇയ്യത്തുൽ ഉലമയുടെ അഖിലേന്ത്യാ പ്രസിഡന്റ് വരെ ഉറുദുവിലാ ഖുതുബ നടക്കുന്നത്. ഉറുദുവിൽ. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അറബിയിലാണ് ഖുതുബ നടത്തിയത്. കാന്തപുരത്തിന്റെ ജംഇയ്യത്തുൽ ഉലമയുടെ അഖിലേന്ത്യാ നേതാക്കൾ വരെ ഉറുദുവിലാണ് നടക്കുന്നത്. എന്താ വിഷയം? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖുതുബ നിർവഹിച്ചതും പ്രസംഗം നിർവഹിച്ചതും വാള് നിർവഹിച്ചതും നിക്കാഹിന്റെ വാചകം ചൊല്ലിക്കൊടുത്തതും ഒക്കെ അറബിയിലാണ്. നമ്മുടെ ഉസ്താദുമാരോ വെള്ളിയാഴ്ച മിമ്പർമെന്നല്ലാത്ത എല്ലാ പ്രസംഗവും മലയാളത്തിൽ, നിക്കാഹ് ചൊല്ലിക്കൊടുക്കുന്നത് മലയാളത്തിലും അറബിയിലും. റസൂൽ ചൊല്ലിക്കൊടുത്തിട്ടുണ്ടോ? ഇല്ല. ഇനി കിതാബിലേക്ക് കടന്നാലോ, വയുസ്തറത്തു കൗനുഹാ അറബിയത്തൻ ഐ അർക്കാനുഹാ ദൂന മാ അദാഹാ. ഖുതുബയുടെ തൂണുകൾ അറബിയിലായിരിക്കണം, ബാക്കിയുള്ളവയല്ല. ഈ സ്റ്റേജിന് 4 തൂണ് കാണുന്നുണ്ട്. വലത്ത്, ഇടത്ത്, ബാക്കിൽ 2. തൂണ് മാത്രമാണോ സ്റ്റേജ്? അല്ല. പിന്നെയോ മേൽക്കുരയുണ്ട്, തട്ടുണ്ട്, താഴ്ഭാഗങ്ങളുണ്ട്. തൂണ് മാത്രമാണ് അറബിയിലാകേണ്ടത്. കിതാബാണ് പറയുന്നത്. കിതാബിലുള്ളതനുസരിച്ച് ചെയ്തതാണോ മുജാഹിദ് പ്രസ്ഥാനം ചെയ്ത തെറ്റ്? ഇനി ഒന്ത എന്ന കിതാബിൽ കാണാം, ഫഇല്ലം യഅരിഫിൽ അറബിയ്യത കബ്ബറ ഫീ അയ്യി ലുഗത്തിൻ ശാഅ. അറബി അറിയാത്ത ആളാണെങ്കിൽ അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞ് നിസ്കരിക്കാൻ അറിയാത്ത ആളാണെങ്കിൽ ദൈവം ഏറ്റവും മഹാനാകുന്നു എന്ന് പറയാം എന്ന് വരെ വേണ്ടാത്തരം എഴുതി വെച്ച കിതാബിന് പ്രമാണം എന്ന് പേര് കൊടുത്ത ഉസ്താദുമാരെ ചിന്തിക്കുക. എന്താണ് ഉംദ എന്ന കിതാബിന്റെ പേര്? അതിന്റെ അർത്ഥം എന്താ? പ്രമാണം എന്ന്, തെളിവ് എന്ന്. അതിലെന്താ പറയുന്നത്? അറബി അറിയാത്തൊരു മുസൽമാന് മലയാളത്തിൽ നിസ്കരിക്കാമെന്ന് നമ്മൾ പറയുന്നു. അത് തെറ്റാണ്, പാടില്ല. മലയാളത്തിൽ നിസ്കരിക്കാൻ പറ്റില്ല. ഏതുവരെ? അല്ലാഹു ഒക്കെ പറയുന്നതിന് മലയാളം പറയാം. നോക്കൂ നിങ്ങൾ, കഷ്ടം. എന്നിട്ടാണ് ഖുതുബ മലയാളത്തിലാക്കുന്നതിനെ പറ്റി വിമർശിക്കുന്നത്. അതുകൊണ്ട് ജനങ്ങളെ, ഇതാണ് വസ്തുത. ഇതാണോ മുജാഹിദ് പ്രസ്ഥാനം ചെയ്ത തെറ്റ്? ഇനി നോക്കൂ, രോഗം, മരണം, 2 കാര്യങ്ങൾ കൂടി പറഞ്ഞ് ഞാൻ അവസാനിക്കാം. രോഗം വന്നാൽ എന്ത് ചെയ്യണം? ഉടനെ ഉസ്താദുമാർ ചെയ്യുന്ന പണി മനുഷ്യനെ ശിർക്കിലേക്ക് നയിക്കല, കുഫറിലേക്ക് നയിക്കല. ഇന്ന റുഖാവത്തമാഇമവത്തിവലത ശിർക്കുൻ. ഐക്കല്ലൂർക്ക് ഏലസ് ഇവ ശിർക്കാണ്. ഞാൻ നേരത്തെ പറഞ്ഞു കഴിഞ്ഞു അല്ലേ? അതുപോലെ വീട്ടിലെന്തെങ്കിലും വിഷമതകളോ അവശതകളോ ഉണ്ടായാൽ ഉടനെ ഉസ്താദിനെ സമീപിക്കും, അല്ലെങ്കിൽ ഗണികനെ സമീപിക്കും, പണിക്കരെ സമീപിക്കും, ജ്യോതിഷക്കാരനെ സമീപിക്കും. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, എന്ത്? മൻ അതാ അറാഫൻ ഔ കാഹിനൻ ഫസഅലഹു. ഗണികനെയോ ജ്യോതിഷക്കാരനെയോ കൈനോട്ടക്കാരനെയോ സമീപിച്ച് വല്ലതും ചോദിച്ചാൽ ലം തുഖ്ബൽ സലാത്തുഹു 40 ലൈല. 40 ദിവസത്തെ നമസ്കാരം ക്യാൻസൽഡ്, സ്വീകാര്യമല്ല. ചോദിച്ചാ മതി. എങ്ങനെയാ ചോദിക്കല്? കൈയാണ് നീട്ടിക്കൊടുത്താൽ മതി.
കൈ അങ്ങ് നീട്ടിക്കൊടുത്താൽ മതി, എങ്കിൽ 40 ദിവസത്തെ നിസ്കാരം ക്യാൻസൽ. കേട്ടു വിശ്വസിച്ചാലോ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഇറക്കിക്കൊടുത്ത ഖുർആനിനെ തള്ളിക്കളഞ്ഞവനവൻ, നിഷേധിയാണവൻ. നോക്കൂ നിങ്ങൾ, ഈ പണി ചെയ്യിക്കുന്നതാരാ? ഈ പണി ചെയ്യുന്നതാരാ? ജനങ്ങളെ, അരുത്. നമ്മുടെ കുടുംബത്തിൽ, നമ്മുടെ അറിവിൽ, നമ്മുടെ പരിചയത്തിൽ, നമ്മുടെ അയൽപ്പക്കത്ത്, നമ്മുടെ നാട്ടിൽ, വീട്ടിൽ, കൂട്ടിൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ പറഞ്ഞേക്കണം, തടയണം. പറഞ്ഞേക്കരുത്, സമ്മതിക്കരുത്. അവർ നരകത്തിൽ പോകാൻ ഇടവരരുത്, അവർ കാഫിറാകാൻ ഇടവരരുത്, അവരുടെ നമസ്കാരം നഷ്ടപ്പെടാൻ ഇടവരരുത്, അവർ ഖുർആനെ നിഷേധിച്ച നിരീശ്വരവാദിയാകരുത്, നിർമ്മലവാദിയാകരുത്. അതുകൊണ്ട് സഹോദരങ്ങളെ, വലിയാപ്പയായാലും വല്യമ്മയായാലും അമ്മാച്ചനായാലും അമ്മായിയായാലും ജ്യേഷ്ഠനായാലും അനുജനായാലും ഭാര്യയായാലും ഭർത്താവായാലും സമ്മതിക്കരുതേ. രോഗം വന്നാൽ ചികിത്സിക്കുക, പ്രാർത്ഥിക്കുക. ഇഖ്ലാസും മുഅവ്വിദത്തൈനിയും ഫാത്തിഹയും ആയത്തുൽ കുർസിയും ഓതിയിട്ട് മേലാകെ തടവുക. ഇസ്ലാമിലുള്ള മന്ത്രമാണത്. അല്ലാഹുമ്മ റബ്ബന്നാസ് അദ്ഹിബിൽ ബഅസ് ഇശ്ഫി അൻത ശാഫി ലാ ശിഫാ ഇല്ലാ ശിഫാഉക ശിഫാഅൻ ലാ യുഗാദിറു സഖ്മാ. പ്രാർത്ഥിക്കുക. അതിന് പകരം നാട്ടിൽ നടക്കുന്നത് എന്താണെന്ന് നിങ്ങൾക്കെല്ലാവർക്കും അറിയാം. യാസീൻ ഓതുകയാണ്, മൗലിദ് ഓതുകയാണ്, റാത്തീബ് കഴിക്കുകയാണ്. അല്ലേ? ഇത് റസൂല് പഠിപ്പിച്ചതാണോ? അല്ല. അള്ളാഹ് പഠിപ്പിച്ചതാണോ? അല്ല. സലഫു സാലിഹ് പഠിപ്പിച്ചതാണോ? അല്ല. എന്നാ മൗലിദ് ഉണ്ടായത്? എന്നാ റാത്തീബ് ഉണ്ടായത്? അള്ളാഹുവോ റസൂലോ പഠിപ്പിച്ചോ? സഹാബത്ത് പഠിപ്പിച്ചോ? ഇല്ല. ഈ അടുത്ത കാലത്തായി ലോകത്തിന്റെ നാനാഭാഗങ്ങളിലുള്ള ചില ആളുകൾ, പണ്ഡിതന്മാർ എഴുതിയുണ്ടാക്കിയ മാലപ്പാട്ടുകൾ, മൗലിദുകൾ പാടരുത് എന്ന് പറഞ്ഞതാണോ ഇസ്ലാഹി പ്രസ്ഥാനം ചെയ്ത തെറ്റ്? അള്ളാഹു നമ്മളോട് പറഞ്ഞതെന്താ? റബ്ബിന്റെ പക്കൽ നിങ്ങൾക്ക് കിട്ടിയിട്ടുള്ള ഏറ്റവും നല്ല സന്ദേശത്തെ നിങ്ങൾ പിൻപറ്റുവിന്നല്ലേ. പടച്ചതമ്പുരാന്റെ നാമത്തിൽ നീ ഓതണമെന്നല്ലേ അള്ളാന്റെ റസൂൽ എന്താ പറഞ്ഞത്? ഇഖ്റഉൽ ഖുർആന, നിങ്ങൾ ഖുർആൻ ഓതണമെന്നല്ലേ. ഫഇന്നഹു യൗതി യൗമൽ ഖിയാമത്തി ശഫീഅൻ ലക്കും, അത് നിങ്ങൾക്ക് ഖിയാമത്ത് നാളിൽ ശുപാർശയായിട്ട് വരുമെന്നല്ലേ. സഹാബിമാർ നമ്മളെ പഠിപ്പിച്ചതെന്താ? ഖുർആൻ ഓതണമെന്നല്ലേ. താബീകളും താബീകളും നമ്മളെ പഠിപ്പിച്ചതെന്താ? ഖുർആൻ ഓതണമെന്നല്ലേ. ജനങ്ങളെ മാല പാടണമെന്ന് ആരാ പഠിപ്പിച്ചത്? റാത്തീബ് ഓതണമെന്ന് ആരാ പഠിപ്പിച്ചത്? മംബൂസ് പാടണമെന്ന് ആരാ പഠിപ്പിച്ചത്? ആര് പഠിപ്പിച്ചു ചങ്ങാതിമാരെ? അള്ളാഹുവിന്റെ റസൂലിന്റെ ചര്യയല്ലേ സുന്നത്ത്? സുന്നത്തെടുക്കുന്നവന്റെ പേരല്ലേ സുന്നി? ശരി, സുന്നി മാർഗമേതാ? എന്ന് മാത്രമല്ല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ചരട് കെട്ടിയ ഒരാളോട് ചോദിച്ചതെന്താ? വാതരോഗം ഭേദമാകാനാണോ എന്നാ പറഞ്ഞത്. ഇതെന്താന്ന് ചോദിച്ചു. വാതരോഗം ഭേദമാകാനാണ്. അപ്പൊ റസൂൽ എന്ത് പറഞ്ഞു? അത് നീ പൊട്ടിച്ചെറിയൂ. അത് നിന്റെ രോഗം വർദ്ധിപ്പിക്കുക മാത്രമേ ചെയ്യൂ. ഇത് ശരീരത്തിലുണ്ടായിരിക്ക നീ മരിച്ചാൽ നീ അമുസ്ലിമായിട്ടാണ് മരിക്കുക. അള്ളാന്റെ റസൂൽ പറഞ്ഞില്ലേ? പറഞ്ഞു. ജനങ്ങളെ, ഇത് ഉസ്താദുമാര് നിങ്ങൾക്ക് പഠിപ്പിച്ചു തന്നോ? ഇല്ല. എന്തേ ഉസ്താദുമാര് നിങ്ങൾക്ക് ഇത് പഠിപ്പിച്ചു തരാഞ്ഞു? അവർക്കറിയാഞ്ഞിട്ടാണോ? അല്ല, അവര് മറച്ചു വെച്ചു. എന്തിന്? ഈ ബിസിനസ് നശിക്കാതിരിക്കാൻ. മുജാഹിദ് പ്രസ്ഥാനം ഇവിടെ വരേണ്ടി വന്നില്ലേ പറയാൻ? ഈ അള്ളാഹുവിന്റെ റസൂലിന്റെ സത്യം, ജനങ്ങളെ നരകത്തിൽ നിങ്ങളെ രക്ഷപ്പെടുന്ന സത്യം, തട്ടിപ്പിൽ നിന്ന് നിങ്ങളെ രക്ഷപ്പെടുത്തുന്ന സത്യം വെട്ടിത്തുറന്ന് പറഞ്ഞു എന്നതാണോ മുജാഹിദ് പ്രസ്ഥാനം ചെയ്ത തെറ്റ്? നിങ്ങൾ ചിന്തിക്കൂ. അപ്പോ ഐക്കല്ല് കെട്ടരുത്, ഉറുക്ക് കെട്ടരുത്, നൂല് കെട്ടരുത്, മന്ത്രിക്കണം. എന്താ മന്ത്രം? ഇഖ്ലാസ്, മുഅവ്വിദത്തൈനി, ആയത്തുൽ കുർസി, ഫാത്തിഹ എന്നീ ഓതി മേലാവ തടവി അല്ലാഹുവോട് ദ്വാരക്കുക. അതാ ഇസ്ലാമിലെ മന്ത്രം. പഠിപ്പിച്ചതല്ലേ? റസൂല് കാണിച്ചതല്ലേ? ആണ്. എങ്കിൽ ആ മാർഗത്തിലേക്ക് മടങ്ങാം. എന്നിട്ടോ മരണം. നമ്മുടെ നാട്ടിൽ മരണം നടന്നാൽ ഉടനെ വെറ്റില മുറുക്കാനും ബീഡി, സിഗരറ്റ് ആദികൾ എരപ്പാളികൾ ഉപയോഗിക്കുന്ന സാധനങ്ങളൊക്കെ മരണ വീട്ടിലേക്ക് കൊണ്ടുവന്ന് വെക്കും. വെടി പറഞ്ഞ് സ്വറ പറഞ്ഞിരിക്കാൻ. അതാണോ? അല്ല. മരണത്തെപ്പറ്റി ഓർത്ത് നിശബ്ദരാകണം. പിന്നെയോ വാടക മുസ്ലിയാക്കന്മാര് വരും ഖുർആൻ ഓതാൻ.
ചില നാടുകളിൽ മുസ്ലിയാരുട്ടികൾ പള്ളിദർസിലെ മുതഅല്ലിമീങ്ങൾ ചോദിക്കും, പൊടിയുള്ള പനയാണോ വീണത്, അഥവാ മരിച്ചത് മുതലാളിയാണോ? വളരെ സന്തോഷം. മരിച്ചത് മുതലാളിയാണെങ്കിൽ വളരെ സന്തോഷം. ഇത്ര പണമുള്ളവരുടെ മരണത്തിൽ സന്തോഷിക്കുന്ന ഒരു വർഗം വേറെ ആരെങ്കിലും ഉണ്ടോ സുഹൃത്തെ? ഇത് സത്യമല്ലേ? ഉസ്താദുമാരോട് ചോദിക്കൂ രഹസ്യമായി, അവരത് പറയും. പള്ളിദർസുകളിൽ പഠിച്ചിട്ടുള്ള നിങ്ങളുടെ ബന്ധുക്കളോട് ചോദിക്കൂ, അവരത് പറയും. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം മരിച്ചയിടത്ത് ഓതാൻ പറഞ്ഞിട്ടുണ്ടോ? ഇല്ല. ജീവിച്ചിരിക്കുന്നവർക്ക് താക്കീത് നൽകാനാണ് ഇത് എന്നല്ലേ സൂറത്ത് യാസീനിൽ പറയുന്നത്, അല്ലേ? മരിച്ചവർക്ക് ഓതാൻ ആര് പറഞ്ഞു? അല്ലാഹു പറഞ്ഞോ? റസൂല് പറഞ്ഞോ? ഇല്ല. ഇമാം ഷാഫി റഹ്മത്തുള്ളാഹി വരെ എന്താ പറഞ്ഞത്? ജീവിച്ചിരിക്കുന്നവർ മരിച്ചവർക്ക് വേണ്ടി ഖുർആൻ ഓതിയാൽ അതിന്റെ കൂലി മരിച്ചവർക്ക് കിട്ടുകയില്ല. അല്ല, ഒരൊറ്റ മനുഷ്യനും അവൻ ചെയ്തതല്ലാതെ മറ്റൊന്നുമില്ല എന്ന ആയത്തിന്റെ വ്യാഖ്യാനത്തിലായി പറഞ്ഞത്. ജനങ്ങളെ, ഇത് വെട്ടിത്തുറന്ന് പറഞ്ഞതാണോ മുജാഹിദ് പ്രസ്ഥാനം ചെയ്ത തെറ്റ്? മുജാഹിദ് പ്രസ്ഥാനത്തിൽ മുതഅല്ലിമുകളില്ലേ? ഉണ്ട്. മതപണ്ഡിതന്മാരില്ലേ? ഉണ്ട്. അവര് മരിച്ചയിടത്ത് ഓതിയാലും അവർക്ക് കൂലി കിട്ടുകയില്ലേ? കിട്ടും. എന്തുകൊണ്ടൊന്ന് വേണ്ടെന്ന് വെക്കുന്നു? എന്തുകൊണ്ട് ഐക്കല്ല് കെട്ടിക്കൊടുത്ത് കാശ് വാങ്ങുന്നില്ല? 2 പൈസ വിലയുള്ള ചരട് മന്ത്രിച്ചൂതി 200 രൂപയ്ക്ക് വിൽക്കുന്നില്ല? എന്തുകൊണ്ട് ഹോമം ചെയ്യിക്കുന്നില്ല? യാഗം ചെയ്യിക്കുന്നില്ല? എന്തുകൊണ്ടാണ് അഗമിയം ചൊല്ലിക്കുന്നില്ലാത്തത്? എന്തുകൊണ്ടാണ് ഉഴിച്ചിലും വീഴ്ചയിലും നടത്തിക്കാത്തത്? പരലോകത്ത് പടച്ച തമ്പുരാന്റെ ദോഷമുണ്ട്, ശാപമുണ്ട്, ശിക്ഷയുണ്ട് എന്നതുകൊണ്ട്. അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. അപ്പോ മരിച്ചയുടെ തോതുക എന്ന് റസൂലുള്ളാന്റെ ചര്യയാണോ? റസൂലുള്ളാന്റെ കാലത്ത് ആയിരക്കണക്കിന് ആളുകൾ മരിച്ചില്ലേ? സഹാബിമാരല്ലേ? റസൂലുള്ളാന്റെ ഭാര്യമാര് മരിച്ചില്ലേ? മക്കള് മരിച്ചില്ലേ? അമ്മോശന്മാര്, അമ്മായികള്, അളിയന്മാര്, ഏട്ടൻ പുതിയാപ്പിളമാര്, അനിയൻ പുതിയാപ്പിളമാര്, കുഞ്ഞളയമാര് മരിച്ചില്ലേ? എന്നിട്ട് റസൂലുള്ളാഹി അവിടെ ഓതിയോ? ഓതാൻ കൽപ്പിച്ചോ? ഇല്ല. എന്തേ ചങ്ങാതിമാരെ? ചോദിക്കൂ, അങ്ങനെ ഉണ്ടായോ? എന്നിട്ട് മയ്യത്തെടുക്കാൻ നേരത്തെ ഒരു പ്രാർത്ഥന, യാസീനോദല് അള്ളാഹു പഠിപ്പിച്ചതാണോ? അല്ല. റസൂല് പഠിപ്പിച്ചതാണോ? അല്ല. പിന്നെയോ മയ്യത്ത് കൊണ്ടുപോകുമ്പോൾ ഖുർആൻ കലിമ ചൊല്ലുക, ലാ ഇലാഹ ഇല്ലല്ലാഹുവിന്റെ മുദ്രാവാക്യം അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതെന്താ? മയ്യത്ത് കൊണ്ടുപോകുമ്പോൾ മരണത്തെപ്പറ്റി ചിന്തിക്കാനാ, പരലോകത്തെപ്പറ്റി ചിന്തിക്കാനാ. സഹാബത്ത് പറയുമായിരുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങളെ പഠിപ്പിച്ചത് മൗനമാണ്. സഹാബത്തിനെ പറ്റി താബികൾ പറയുമായിരുന്നു, സഹാബിമാർ പഠിപ്പിച്ചത് മൗനമാണ്, മിണ്ടാതെ പോകലാണ്. എന്നാൽ മയ്യത്തിന്റെ പിറകെയും മുന്നിലുമായി കലിമ ചൊല്ലാതെ നടക്കുന്ന മുജാഹിദുകളെ നിങ്ങളോട് പ്രത്യേകമായി ഓർമ്മിപ്പിക്കുന്നു, മിണ്ടിപ്പോകരുത്, മിണ്ടാതെ നടക്കണം. ശരി, ഇമാം നബവി തന്റെ അൽ-അദ്കാർ എന്ന ഗ്രന്ഥത്തിലെ 180-ാമത്തെ പേജിൽ പറയുന്നത്, സലഫുസ്സാലിഹ് തെരഞ്ഞെടുത്തിട്ടുള്ള ശരിയായ അഭിപ്രായം ജനാസ കൊണ്ടുപോകുമ്പോൾ മിണ്ടാതിരിക്കലാണ് എന്ന്. ഉസ്താദിനോട് ചോദിക്കൂ, അങ്ങനെ കിതാബിൽ പറഞ്ഞിട്ടില്ലേ? എന്താ പറഞ്ഞു തരാത്തത്? ഇതുവരെ പഠിപ്പിച്ചു തന്നോ? ഇല്ല. എന്തിനു മറച്ചുവെച്ചു? മയ്യത്ത് കൊണ്ടുപോകുമ്പോൾ മിണ്ടാതെ നടക്കലാണ് നല്ലത് എന്ന് ഉണ്ടെങ്കിൽ ആ നല്ലതല്ലേ ചെയ്യേണ്ടത്? നല്ലതെന്താണെന്ന് പഠിപ്പിക്കാനല്ലേ ഉസ്താദിന് ശമ്പളം കൊടുക്കുന്നത്, ടിഫിൻ കാരിയറിൽ ഭക്ഷണം കൊണ്ടുപോയി കൊടുക്കുന്നത്, അങ്ങാടികളിൽ വന്ദനം നൽകുന്നത്, ബഹുമാനം നൽകുന്നത് അല്ലേ? എങ്കിൽ ജനങ്ങളെ, ഈ സത്യങ്ങളൊക്കെ ഒന്ന് കേൾക്കാൻ മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ പ്രസംഗം വരേണ്ടി വന്നില്ലേ? ചിന്തിക്കുക. അങ്ങനെ മരിച്ച് മനുഷ്യന്റെ മയ്യത്തും കൊണ്ടുപോകുമ്പോൾ ബിദ്അത്തായ ദിക്ർ ചൊല്ലല്, അത് കഴിഞ്ഞാൽ പിന്നെ മയ്യത്ത് നമസ്കാരം കഴിഞ്ഞാൽ കാണാം കബറടക്കിയിട്ട് തൽക്കീൻ ചൊല്ലുന്നു. അതിന്റെ മുമ്പ് കബറിന്റെ ഉള്ളിലേക്ക് എന്തോ എഴുതി വെക്കുന്നു, എന്തൊക്കെയോ എഴുതിയിട്ട് അവിടെ താഴ്ത്തിയിടുന്നു, കുപ്പിയിലാക്കുന്നു. ഇതൊക്കെ റസൂല് പഠിപ്പിച്ചതാണോ? അല്ല. സഹാബത്ത് പഠിപ്പിച്ചതാണോ? അല്ല. ഇതൊക്കെ മുസ്ലിയാക്കന്മാരുടെ ബിസിനസ് അല്ലേ? ആണ്. നോക്കണം, നിങ്ങളുടെ പിതാവിന്റെ, മാതാവിന്റെ, ബന്ധുക്കളുടെ, കൂട്ടുകാരുടെ, വീട്ടുകാരുടെ മയ്യത്തുമായി നിങ്ങൾ പള്ളിയിൽ ചെന്നാൽ
നിസ്കരിക്കാൻ വേണ്ടി കാലിയര് വരണമെങ്കിൽ, മുത്തഅല്ലിമുകൾ വരണമെങ്കിൽ പ്രത്യേകം ക്ഷണിക്കണം. അല്ലേ ജനങ്ങളെ? അള്ളാഹുവിന്റെ അടുക്കൽ നിന്ന് കൂലി കിട്ടുന്ന കാര്യമല്ലേ? പുതിയാപ്പള സൽക്കാരമാണോ ഇത്? അല്ല. എന്നിട്ടോ മയ്യത്തൊരു കബർ റെഡിയായിട്ടുണ്ട് ഉസ്താദേ എന്ന് പറയുമ്പോഴാണ് പോകുന്നത്. അള്ളാഹുവിന്റെ റസൂൽ അങ്ങനെയാണോ പഠിപ്പിച്ചതല്ല, മയ്യത്തിന്റെ കൂടെ പോകാനാ പഠിപ്പിച്ചത്. കബറടക്കം കഴിഞ്ഞിട്ട് മോലിയേറെ പ്രത്യേകം ക്ഷണിച്ചു വരുത്തലാണോ വേണ്ടത്? അല്ല. ഇതൊക്കെ എവിടുന്നാ വന്നത് നിങ്ങൾ ചിന്തിക്കണം. പൗരോഹിത്യമാണ്. അന്യമതങ്ങളിലെ പൗരോഹിത്യത്തിന്റെ ഭാഗമാണ്. എന്നിട്ടോ തൽഖീൻ. അള്ളാന്റെ റസൂൽ എന്താ പറഞ്ഞത്? ഇസ്തഗ്ഫിറൂ ലി അഖീകും, നിങ്ങൾ നിങ്ങളുടെ മരിച്ചുപോയ സഹോദരന് വേണ്ടി പടച്ചതമ്പുരാനോട് മാപ്പ് ചോദിക്കണേ. വസ്അലൂഹു തസ്ബീത, ആ മയ്യത്തിന് വേണ്ടി നിങ്ങൾ തസ്ബീത്തിനെ ചോദിക്കണേ. ഫഇന്നഹുൽ ആന യുസ്അൽ, ഇതാ ഈ മയ്യത്ത് ഇപ്പോൾ ചോദ്യം ചെയ്യപ്പെടാൻ പോവുകയാണ്. മുൻകർ നക്കീർ ചോദ്യം ചെയ്യാൻ വരുന്നു. അതുകൊണ്ട് നിങ്ങൾ തസ്ബീത്ത് ചൊല്ലണേ എന്ന് പഠിപ്പിച്ച റസൂലുള്ളാഹിയുടെ അനുയായിയായ മുസ്ലിയാരതാ തസ്ബീത്ത് ഒഴിവാക്കിയിട്ട് തൽഖീൻ ചൊല്ലുന്നു. ഇത് ബിദ്അത്തല്ലേ? എന്താ തൽഖീനിൽ പറയുന്നത്? അറബിയിൽ മരിച്ചുപോയ മയ്യത്തിനോട് ക്ലാസ് എടുത്തു കൊടുക്കുകയാണ്, ചോദ്യങ്ങളുടെ ഉത്തരം ചോർത്തി കൊടുക്കുകയാണ് മുസ്ലിയാര്. തട്ടിപ്പ്, കോപ്പിയടിക്കാൻ കൂട്ടുനിൽക്കുന്നത് തട്ടിപ്പല്ലേ? എന്താ? മലക്കിന്നെ ചോദ്യങ്ങൾ ചോദിക്കും, ആ ചോദ്യങ്ങൾക്ക് ഇന്നെ മറുപടി പറയണം എന്ന്. ജനങ്ങളെ, ഒരാൾ പറഞ്ഞെടുത്തു കൊടുത്തത് കൊണ്ട് പറയാൻ തോന്നുമോ? ഇല്ല. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ 5 നേരം നമസ്കരിച്ച യുദ്ധങ്ങളിൽ പങ്കെടുത്ത മുനാഫിക്കായ സഹാബി, പേരെന്താ? സഹാബി. നമ്മൾ ആ പേര് കേൾക്കുമ്പോൾ റളിയല്ലാഹു അൻഹു എന്ന് പറയുന്നു, അല്ലാഹു തൃപ്തിപ്പെടട്ടെ എന്ന് പറയുന്നു. ആ സഹാബികളിൽപ്പെട്ട മുനാഫിക്കുകള്, ആ മുനാഫിക്കുകൾ മരിച്ചാൽ ഖബറിൽ വെച്ച് മുൻകർ നക്കീർ ചോദിക്കുന്നു. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കാണിച്ചു കൊടുത്തുകൊണ്ട് ചോദിക്കുന്നു, ഇതാരാ? അപ്പോ ആ മുനാഫിക്ക് പറയുകയാണ്, അല്ലെങ്കിൽ സംശയാലു പറയുകയാണ്, ലാ അദ്രി, എനിക്കറിഞ്ഞുകൂടാ. സമയത്തുൽ നാസ യഖൂലൂന ശൈആ, ജനങ്ങളെന്തോ പറയുന്നത് ഞാൻ കേട്ടു. ഫഖുൽതുഹു, അങ്ങനെ ഞാനും പറഞ്ഞതാണ് എന്ന്. ജനങ്ങളെ, ഇതൊക്കെയാണ് വസ്തുത. ഇതൊക്കെയാണ് വസ്തുത. എങ്കിൽ ചിന്തിക്കണം നമുക്കെന്താ വേണ്ടത് എന്ന്. അപ്പോ കൂപ്പിയടിക്കാൻ കൂട്ടുനിൽക്കാൻ പറ്റുമോ? ഇല്ല. പിന്നെന്ത് വേണം? അള്ളാന്റെ റസൂല് പഠിപ്പിച്ചത് തസ്ബീത്താണ്. ആ തസ്ബീത്ത് ചൊല്ലുന്നു എന്നതാണോ മുജാഹിദുകൾ ചെയ്ത തെറ്റ്? ആ തൽഖീൻ ഒഴിവാക്കുന്നു എന്നതാണോ മുജാഹിദുകൾ ചെയ്ത തെറ്റ്? നിങ്ങൾ ചിന്തിക്കണം. ശരി. എന്നിട്ടിതാ ഇപ്പോൾ കുറെ ആളുകൾ ഖബറുകൾ കെട്ടിപ്പൊക്കിയിരിക്കുന്നു. ഔലിയ എന്ന പേരിൽ, തങ്ങന്മാരെന്ന പേരിൽ, ബീവിമാരെന്ന പേരിൽ. അള്ളാഹുവിന്റെ റസൂല് ഖബറുകൾ എത്ര ഉയരമുണ്ടാകണമെന്നാ പഠിപ്പിച്ചത്? 1 ചാണ്. ഷാഫി മദ്ഹബ് എത്ര ഉയരമുണ്ടാകണമെന്നാ പഠിപ്പിച്ചത്? 1 ചാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് മക്കത്ത് ഭരണം കിട്ടിയപ്പോ ആദ്യമായി ചെയ്ത പണി എന്താ? ആദ്യമായി നൽകിയ ഓർഡർ എന്താ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു വിളിച്ചിട്ട് പറയുകയാണ്, അല്ലാ തദാതിൻ സാലന്നില്ലാ തമസ്തഹു, ഒരൊറ്റ പ്രതിമയും തകർക്കാതെ വിടരുത്. വലാ ഖബറൻ മുശ്രിഫൻ ഇല്ലാ സബൈതഹു, ഒരൊറ്റ കെട്ടിപ്പൊക്കിയ ഖബറും തട്ടിനിരപ്പാക്കാതെ വിടരുത്. ഒരൊറ്റ കെട്ടിപ്പൊക്കിയ ഖബറും തട്ടിനിരപ്പാക്കാതെ വിടരുത്. ഒരൊറ്റ പ്രതിമയും തകർക്കാതെ വിടരുത്. അപ്പോ ഖബർ കെട്ടിപ്പൊക്കാൻ പാടില്ല. ഇമാം ഷാഫി അതാ പറഞ്ഞത്, എല്ലാ കിതാബുകളിലും പറഞ്ഞതാണ്. ഈ കാര്യങ്ങളെല്ലാം ഒന്ന് കേട്ടു കഴിഞ്ഞു. നിങ്ങൾ കേട്ടിട്ട് സത്യമാണെന്ന് മനസ്സിലായെങ്കിൽ ആരെയും ഭയപ്പെടേണ്ട, വെട്ടിത്തുറന്ന് പറയുക. ജനങ്ങളെ, ഇവിടെ ജീവിക്കാൻ ഇതൊന്നും അത്യാവശ്യമില്ല. എന്നാൽ പരലോകമുണ്ട്. അള്ളാഹുവിന്റെ ഭീകരമായ നരകം നമ്മളെ കാത്തിരിക്കുന്നുണ്ട്. അവന്റെ വിചാരണ നമ്മളെ കാത്തിരിക്കുന്നുണ്ട്. അവൻ ചോദിക്കും, കണ്ടോ എന്ന്, കേട്ടോ എന്ന്. അല്ലേ? അള്ളാഹു പറയുകയാണ്, വലാ തഖ്ഫു മാ ലൈസ ലക ബിഹി ഇൽമുൻ, നിനക്ക് വിവരമില്ലാത്തത് നീ പിൻപറ്റരുതേ. ഇന്ന സമഅ വൽ ബസറ വൽ ഫുആദ കുല്ലു ഉലൈക കാന അൻഹു മസ്ഊല, കേട്ടതെന്താണെന്ന്, ചിന്തിച്ചതെന്താണെന്ന്, കണ്ടതെന്താണെന്ന് ചോദ്യം ചെയ്യപ്പെടുന്ന നാൾ വരാൻ പോകുന്നു. അതുകൊണ്ട് കേട്ടാ പോരാ, ചിന്തിക്കണം. ചിന്തിച്ചാ പോരാ, തീരുമാനമെടുക്കണം. പരലോകത്ത് നരകത്തിൽ മുഖം കുത്തി വീഴുന്ന മനുഷ്യന്മാര് പറയുന്നതായി ഖുർആൻ സൂറത്തുൽ മുൽക്കിൽ പറയുകയാണ്, وقالوا لو كنا نسمع ونعقل ما كنا في أصحاب السعير, ഞങ്ങൾ കേട്ട് ചിന്തിച്ചിരുന്നുവെങ്കിൽ ഞങ്ങൾ നരകത്തിൽ പോവില്ലായിരുന്നു എന്ന്. അല്ലേ?
അല്ലേ? കുല്ലമാ ഉൽഖിയ ഫീഹാ ഫൗജുൻ, നരകത്തിലേക്ക് ഓരോ സംഘങ്ങളായി മുഖം വലിച്ചെറിയപ്പെടുമ്പോൾ ആണ് ഈ പറയുന്നത്. അതുകൊണ്ട് ജനങ്ങളെ പരലോകത്ത് ഖേദിക്കാൻ ഇടവരണ്ട, പരലോകത്ത് നിരാശപ്പെടാൻ ഇടവരണ്ട. ഈ കേട്ട കാര്യങ്ങളെപ്പറ്റി ചിന്തിക്കുക. മുജാഹിദാകണമെന്ന് പറയാനല്ല ഞങ്ങൾ വന്നത്, മുജാഹിദ് പ്രസ്ഥാനത്തിലെ മെമ്പർഷിപ്പ് എടുക്കണമെന്ന് പറയാനല്ല വന്നത്. മുജാഹിദിന്റെ ഏതെങ്കിലും ഒരു കിതാബ് എന്നുള്ള ഒരു അക്ഷരവും ഒരു വാചകവും ഞാൻ വായിച്ചിട്ടില്ല. പിന്നെയോ അള്ളാഹുവിന്റെ ഖുർആനാണ്, റസൂലിന്റെ തിരുസുന്നത്താണ്, ഷാഫി മദ്ഹബിലെ ഗ്രന്ഥങ്ങളാണ് ഞാൻ വായിച്ചത്. ഇതിനെക്കുറിച്ച് നിങ്ങൾ ഉസ്താദുമാരോട് സംശയങ്ങൾ ചോദിക്കുക. എന്നിട്ട് തീരുന്നില്ലെങ്കിൽ മുജാഹിദ് പ്രസ്ഥാനത്തെ സമീപിക്കുക. കാസർഗോഡ് അമേയാറോന്നത സലഫി മസ്ജിദുണ്ട്. ഏത് യാത്ര നിങ്ങൾ പുറപ്പെടുകയാണെങ്കിലും വഴിക്ക് വെച്ച് നമസ്കരിക്കാൻ സമയമായാൽ നിങ്ങളുടെ സ്കൂട്ടർ പോലെ, നിങ്ങളുടെ ചെരുപ്പ് പോലെ പുറത്തു നിർത്തേണ്ടത് സാധനമല്ല. നിങ്ങളുടെ ഭാര്യയും മകളും പെങ്ങളും അവിടെ കയറ്റിയിരുത്താം. അള്ളാഹുവിന്റെ ഭവനമാണ്. വെള്ളിയാഴ്ചകളിൽ അവിടെ മലയാളത്തിൽ പ്രസംഗം നടക്കുന്നു. മറ്റു ദിവസങ്ങളിൽ അവിടെ ഖുർആൻ ഹദീസ് ലേണിംഗ് ക്ലാസുകൾ നടക്കുന്നുണ്ട്. നിങ്ങൾ ബന്ധപ്പെടണമെന്ന് ഓർമ്മിപ്പിക്കുകയാണ്. ഈ രാജ്യത്തെ മുഴുവൻ അമുസ്ലിങ്ങൾക്കും ഇസ്ലാമിന്റെ സന്ദേശം നേർക്കുനേരെ എത്തിച്ചു കൊടുക്കുവാൻ വേണ്ടിയുള്ള ഒരു അന്താരാഷ്ട്ര ഇസ്ലാമിക് എക്സിബിഷൻ എന്ന ലോകത്തിന് മുഴുവൻ മാതൃകയാകാൻ പോകുന്ന ഒരു പരിപാടി ഇതാ സാൽവേഷൻ എന്ന പേരിൽ, മോക്ഷം എന്ന പേരിൽ, കൈച്ചിലാവൽ, രക്ഷപ്പെടൽ എന്ന പേരിൽ ഇതാ മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ ചുണക്കുട്ടികളായ യുവാക്കൾ നടത്തുന്നുണ്ട്. അതിന് വമ്പിച്ച സംഖ്യ ആവശ്യമുണ്ട്. ദയവായി സഹായിക്കണമെന്ന് ഓർപ്പിക്കുന്നു. ഇതിലേക്ക് എല്ലാവരെയും ക്ഷണിക്കേണ്ടതുണ്ട്. എല്ലാ വീടുകളിലും ഇസ്ലാമിന്റെ സന്ദേശം എത്തിക്കേണ്ടതുണ്ട്. ലഘുലേഖകളും നോട്ടീസുകളും കാസറ്റുകളും കൊടുത്ത് വിപ്ലവം നടത്തിയ കാസർഗോട്ടുകാർ ഈ സൽവേഷനിലും പരിപൂർണമായി സഹകരിക്കണമെന്ന് ഓർപ്പിക്കുകയാണ്. ഞാൻ പ്രസംഗത്തിൽ ഇടക്കിടക്ക് പറഞ്ഞിരുന്നു, എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ ചോദിക്കണമെന്ന്. ഒരു സംശയവും ഇവിടെ എത്തിയതായി കാണുന്നില്ല. അതുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ്. സംശയം എത്തിയിട്ടില്ല എന്നതിനർത്ഥം ആർക്കും സംശയമില്ല എന്നല്ല, അവരിപ്പോൾ ചോദിച്ചിട്ടില്ല എന്നേ ഉള്ളൂ. ഇൻഷാ അല്ലാഹ് സംശയങ്ങൾ ആരോടെങ്കിലും നിങ്ങൾ ചോദിക്കണം. എന്നിട്ട് സംശയ നിവാരണം വരുത്തണം. സത്യമാണെന്ന് മനസ്സിലായിട്ടുണ്ടെങ്കിൽ വെട്ടിത്തുറന്ന് പറയണം. നിങ്ങളുടെ നാട്ടിലെ മഹലിലെ കാലിയരോട്, മോലിയരോട്, ഉസ്താദിനോട്, മൊല്ലാക്കിയോട്, മുക്രിയോട് നിങ്ങൾ ഈ ചോദ്യങ്ങൾ ചോദിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാം കേട്ട് ഏറ്റവും നല്ല പിൻപറ്റുന്ന ബുദ്ധിയുള്ളവരിൽ നമ്മളെല്ലാം ഉൾപ്പെടുത്തുമാറാകട്ടെ. അല്ലാഹുവേ, സത്യം സത്യമായി മനസ്സിലാക്കുവാൻ, അതനുസരിച്ച് മുന്നോട്ട് പോകുവാൻ ഞങ്ങൾക്ക് നീ തൗഫീഖ് നൽകുമാറാകണമേ. പടച്ചവനെ അസത്യമായി മനസ്സിലാക്കി തള്ളിക്കളയുവാൻ ഞങ്ങൾക്ക് നീ തൗഫീഖ് നൽകണമേ. പടച്ചവനെ നിന്നെയല്ലാതെ വേറെ ആരെയും പേടിക്കാതെ ധർമ്മത്തിന്റെ കർമ്മത്തിന്റെ മാർഗത്തിൽ മുന്നോട്ട് പോകാൻ ഞങ്ങളെ നീ അനുഗ്രഹിക്കുമാറാകണമേ. ഖുർആൻ സുന്നത്തും അനുസരിച്ച് ജീവിക്കുന്ന ഈമാനോടും തൗബയോടും കൂടി മരിക്കുന്ന മുഅ്മിനുകളിൽ ഞങ്ങളെ നീ ഉൾപ്പെടുത്തുമാറാകണമേ. റബ്ബേ, ഞങ്ങൾ പാപികളാണ്, ഞങ്ങൾക്ക് നീ പൊറുത്തു തരണമേ. ഞങ്ങൾ പാപങ്ങളാണ്, ഞങ്ങൾക്ക് നീ ശക്തി പകരണമേ. ഞങ്ങൾ വിവരമില്ലാത്തവരാണ്, ഞങ്ങൾക്ക് നീ വിവരം നൽകണമേ. വിവേകം കുറഞ്ഞവരാണ്, നീ വിവേകം നൽകണമേ. അല്ലാഹുവേ, വിവാഹം കഴിയാതെ വിഷമിക്കുന്ന, വേദനിക്കുന്ന, കഷ്ടപ്പെടുന്ന അവിവാഹിതകളായ, വിധവകളായ, ഭർത്താക്കന്മാരെ മരിച്ചവരും ഭർത്താക്കന്മാർ ഒഴിവാക്കിയവരുമായ സഹോദരിമാർക്ക് വിവാഹമുണ്ടാക്കുവാൻ നീ തൗഫീഖ് നൽകുമാറാകണമേ. സ്ത്രീധനം, പലിശ, കൈക്കൂലി, കരിങ്കണ്ട, പൂത്തിവെപ്പ്, തട്ടിപ്പ് പോലെയുള്ള എല്ലാവിധ ഇടപാടുകളിൽ ഞങ്ങളെ നീ രക്ഷപ്പെടുത്തണമേ. ഹലാലായ ഭക്ഷണം മാത്രം കഴിക്കാനും, ഹലാലായ ഭക്ഷണം മാത്രം കൊടുക്കാനും, ഹലാലായ വരുമാനം മാത്രം സ്വീകരിക്കാനും, ഹലാലായ പണം മാത്രം മറ്റുള്ളവർക്ക് നൽകാനും ഞങ്ങൾക്ക് നീ തൗഫീഖ് നൽകണമേ. അല്ലാഹുവേ, ഫർളും സുന്നത്തുമായ നിന്റെ തിരുനബി പഠിപ്പിച്ച എല്ലാ കാര്യങ്ങളും കഴിയുന്നത്ര ജീവിതത്തിൽ പകർത്താൻ ഞങ്ങൾക്ക് നീ തൗഫീഖ് നൽകണമേ. ഇസ്ലാമിന്റെ എല്ലാ അടയാളങ്ങളും, വേഷങ്ങളും, സംസ്കാരങ്ങളും, സംസാരവും പാലിക്കുന്ന നല്ലവരായ അടിമകൾ ഞങ്ങൾ നീ ഉൾപ്പെടുത്തണമേ. റബ്ബേ, പടച്ചവനെ, ഒരു നിമിഷം പോലും ഞങ്ങളുടെ കാര്യം നീ ഞങ്ങളെ ഏൽപ്പിക്കാതിരിക്കണമേ. പടച്ചവനെ, ഞങ്ങളുടെ എല്ലാ കാര്യങ്ങളും, എല്ലാ സെക്കൻഡുകളിലും നീ തന്നെ ഏറ്റെടുക്കണമേ. റബ്ബേ, പടച്ചവനെ, കൂടുതൽ അമലുകളും ഇബാദത്തുകളും ചെയ്ത് അല്ലാഹുവിന്റെ അംബിയാഇന്റെ കൂടെ, ഔലിയാഇന്റെ കൂടെ, ശുഹദാഇന്റെ കൂടെ, സാലിഹുകളുടെ കൂടെ സ്വർഗ്ഗത്തിൽ ഒരുമിച്ച് കൂട്ടുമാറാകണമേ. റബ്ബേ, ഞങ്ങളിൽ നിന്ന് മരണപ്പെട്ടു പോയ സത്യവിശ്വാസികൾക്ക് നീ മഗ്ഫിറത്തും റഹ്മത്തും പ്രദാനം ചെയ്യണേ. രോഗികളായി വീടുകളിലും ആശുപത്രികളിലും ഞരങ്ങുന്ന, വേദനിക്കുന്ന, കരയുന്ന സഹോദരി സഹോദരങ്ങൾക്ക് നീ ശിഫ നൽകണമേ. റബ്ബേ, റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസനത വഖിനാ അദാബന്നാർ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും. സഹോദരി സഹോദരന്മാരെ, എന്റെ ശബ്ദം ഇവിടെ നിന്നും വളരെ അകലെ നിന്നും ശ്രവിക്കുന്ന
സ്നേഹസമ്പന്നരായ നാട്ടുകാരെ, നമ്മെ ഏറെ സ്നേഹിക്കുന്ന സർവേശ്വരനായ അല്ലാഹുവിന്റെ നിയമനിർദ്ദേശങ്ങൾ അനുസരിച്ച് ജീവിതം സംശുദ്ധമാക്കണമേ എന്ന് ഈ സന്ദർഭത്തിൽ ഓരോരുത്തരോടും ഉപദേശിക്കുകയാണ്. അല്ലാഹുവിന്റെ അപാരമായ അനുഗ്രഹങ്ങൾ ഒന്നുകൊണ്ട് മാത്രമാണ് ഇവിടെ ഒരുമിച്ച് കൂടുവാനും നിങ്ങളുമായി അല്പം സംസാരിക്കുവാനും ഭാഗ്യം ലഭിച്ചത്. നമ്മെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ഈ രാജ്യത്ത് ഒരുപാട് മതസ്ഥർ, ഹിന്ദുവും ക്രിസ്ത്യനും ജൈനനും ബുദ്ധനും മുസ്ലിം തുടങ്ങിയ ഒരുപാട് മതസ്ഥന്മാർ ഇവിടെ ജീവിക്കുന്നുണ്ട്. ഞാൻ ഇന്നിവിടെ സംസാരിക്കുന്നത് വളരെ കാലിക പ്രസക്തമായ ഒന്ന് രണ്ട് കാര്യങ്ങളാണ്. എന്റെ സംസാരം അവസാനിക്കുന്നത് വരെ ശ്രദ്ധിച്ചു കേൾക്കുകയും മനസ്സിലാക്കുകയും ചെയ്യുക. ഞാൻ സൂചിപ്പിച്ചത് ഒരുപാട് മതസ്ഥർ ഇവിടെ ജീവിക്കുമ്പോൾ ഹിന്ദു മതസ്ഥരെ സംബന്ധിച്ചിടത്തോളം അവർക്കൊരു ബാധ്യതയില്ല. നമ്മോട് എന്തെങ്കിലും പറയണമെന്നും എന്തെങ്കിലും പറഞ്ഞു തരണമെന്നുള്ള ബോധം അവർക്കില്ല. ക്രിസ്ത്യാനിയായിരുന്നാലും ഏത് മതസ്ഥരായിരുന്നാലും ശരി, അവർക്ക് അവരെ ഇന്നതാണ് ഏൽപ്പിച്ചത് എന്നുള്ള ഉത്തരവാദിത്വം അവർ നിറവേറ്റിയവരല്ല. എന്നാൽ മുസ്ലിമായി ജീവിക്കുന്ന നമ്മെ സംബന്ധിച്ചിടത്തോളം നാം ആരാണ്, നാം എന്തിനാണ് ഈ ഭൂമി ലോകത്തേക്ക് വന്നത് എന്നുള്ളൊരു തിരിച്ചറിവ് അത്യാവശ്യമാണ്. മറ്റുള്ള മതസ്ഥരെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനെയല്ല. മുസൽമാനെ സംബന്ധിച്ച് അവനുള്ള ഉത്തരവാദിത്വം ഇസ്ലാമിന്റെ കാര്യങ്ങൾ മറ്റുള്ള ആളുകൾക്ക് എത്തിച്ചു കൊടുക്കുക എന്നുള്ള ഉത്തരവാദിത്തമാണ്. അതുകൊണ്ട് മാത്രമാണ് ഇന്ന് നാം ഇവിടെ ഒരുമിച്ച് കൂടിയതും ഇതുപോലുള്ള പ്രോഗ്രാമുകൾ സംഘടിപ്പിക്കുന്നതും. ലോകജനങ്ങൾക്ക് വേണ്ടി പടക്കപ്പെട്ടതാണ് മുസ്ലിങ്ങൾ. ക്രിസ്ത്യാനികൾ അങ്ങനെയല്ല, ഹിന്ദുക്കളും അങ്ങനെയല്ല. മറിച്ച് മുസൽമാനെ സംബന്ധിച്ചിടത്തോളം ലോകർക്കാകമാനം പടക്കപ്പെട്ടതാണ്. അവർ മാതൃകയാവേണ്ടതാണ്. നമുക്കിറങ്ങിയ പരിശുദ്ധ ഖുർആൻ, ഈ ഖുർആൻ മുസ്ലിങ്ങൾക്ക് മാത്രമല്ല, ഹിന്ദുക്കളായിരുന്നാലും ക്രിസ്ത്യനായിരുന്നാലും യഹൂദനായിരുന്നാലും എല്ലാവർക്കും ഒന്നടങ്കമുള്ളതാണ് പരിശുദ്ധ ഖുർആൻ. ഗ്രന്ഥങ്ങളുടെ അവസാനത്തെ എഡിഷനാണ്, പതിപ്പാണ് വിശുദ്ധ ഖുർആൻ. ആ ഖുർആനെ സംബന്ധിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്, ഖദ് ജാഅതുകും മൗഇദത്തും മിർ റബ്ബികും യാ അയ്യുഹന്നാസ് ഖദ് ജാഅതുകും മൗഇദത്തും മിർ റബ്ബികും ശിഫാഅൻ ലിമാ ഫിസ് സുദൂർ വഹുദൻ വറഹ്മത്തുൻ ലിൽ മുഅ്മിനീൻ. ഖുർആനിലെ 10-ാം അധ്യായം 57-ാമത്തെ സൂക്തം. യാ അയ്യുഹന്നാസ്, ഏ ജനങ്ങളെ, ഖദ് ജാഅതുകും മൗഇദത്തും മിർ റബ്ബികും, നിങ്ങളുടെ രക്ഷിതാവിൽ നിന്നുള്ള ഒരു സതുപദേശം ഇതാ നിങ്ങൾക്ക് വന്നെത്തിയിരിക്കുകയാണ്. മുസൽമാനെ വിളിച്ചുകൊണ്ട് മാത്രമല്ല ഇത് പറയുന്നത്, ഹിന്ദുവിനെ മാത്രമല്ല, ജൈനനെയും ബുദ്ധമതനെയും സംബന്ധിച്ച് മാത്രമല്ല. ഖുർആനിന്റെ പ്രയോഗം യാ അയ്യുഹന്നാസ്, ഏ ജനങ്ങളെ, ലോകമാനവിക സമുദായങ്ങളെ മുഴുവൻ ഒന്നടങ്കം വിളിച്ചുകൊണ്ട് പറയുകയാണ്. യാ അയ്യുഹന്നാസ് ഖദ് ജാഅതുകും മൗഇദത്തും മിർ റബ്ബികും, നിങ്ങളുടെ രക്ഷിതാവിൽ നിന്നുള്ള ഒരു സതുപദേശം ഇതാ നിങ്ങൾക്ക് വന്നിരിക്കുകയാണ് എന്നോ. അത് മനസ്സിന് ശാന്തിയാണ്, സമാധാനമാണ്, നിങ്ങളുടെ രോഗങ്ങൾക്കുള്ള ശമനമാണ് എന്ന് ഖുർആൻ പറയുന്ന കാര്യം അത് പഠിക്കുവാനും അത് മനസ്സിലാക്കുവാനും ഈ ലോകർക്കുള്ള മുഴുവൻ ആളുകൾക്കും
ഈ ലോകത്തുള്ള മുഴുവൻ ആളുകൾക്കും ബാധ്യസ്ഥരാണ് എന്നോ, ഇസ്ലാമിനെ വിമർശിക്കുന്ന ആളുകളായിരുന്നാലും ശരി, ഇസ്ലാമിനെ അടുത്ത് പഠിക്കുന്നവരായിരുന്നാലും ശരി, ഈ ഖുർആനിനെ പഠിക്കലും മനസ്സിലാക്കലും നമ്മുടെ ഓരോരുത്തരുടെയും ബാധ്യതയാണ്. എല്ലാവർക്കുമുള്ള ഗ്രന്ഥമാണ്, എല്ലാ ജനങ്ങൾക്കുമുള്ള ഗ്രന്ഥമാണ് എന്നാണ് ഖുർആൻ കൃത്യമായി പഠിപ്പിക്കുന്നത്. ഈ ആയത്തിലൂടെ നമ്മൾ കഴിഞ്ഞ മാസം പോലും അനുഷ്ഠിച്ചിരുന്ന പരിശുദ്ധ റമദാനിലെ നോമ്പുകൾ, അതിൽ നാം എപ്പോഴും കേട്ടിരുന്ന ഒരു കാര്യം, ശഹ്റു റമദാൻ അല്ലദീ ഉൻസില ഫീഹിൽ ഖുർആൻ ഹുദൻ ലിന്നാസ്. ഈ റമദാൻ മാസത്തിലാണ് ഈ പരിശുദ്ധ ഖുർആൻ ഇറങ്ങിയത് എന്ന്. എന്താണ് അത്? ഹുദൻ ലിന്നാസ്, ജനങ്ങളെ സന്മാർഗത്തിലേക്ക് നയിക്കുന്നതാണ്. മുസൽമാനെ മാത്രമല്ല, ഹിന്ദുവിനെ മാത്രമല്ല, ഈ ലോകർക്ക് മുഴുവനുള്ള മാനവിക സമുദായങ്ങളെ മുഴുവനും സന്മാർഗത്തിലേക്ക് നയിക്കുന്ന ഗ്രന്ഥമാണ് ഈ ഖുർആൻ എന്ന് കൃത്യമായി പഠിപ്പിക്കുകയാണ്. പക്ഷേ നമ്മുടെ നാടുകളിൽ പലപ്പോഴും നമ്മൾ കാണുന്നൊരവസ്ഥ, കുട്ടികളൊക്കെ മദ്രസയിൽ നിന്ന് ക്ലാസ് കഴിഞ്ഞ് നേരെ വിദ്യാഭ്യാസ സ്ഥാപനത്തിലേക്കാ പോയിരുന്നുവെങ്കിൽ ആ കുട്ടിയുടെ ബാഗിൽ ഒരു ഖുർആൻ പതിപ്പ് കിടക്കുന്നെങ്കിൽ അല്പസമയത്തിന് ശേഷം ആ കുട്ടിയുടെ അധ്യാപകൻ വന്നുകൊണ്ട് ആ ബാഗ് തൊടാൻ ശ്രമിക്കുന്ന സമയത്ത് ആ കുട്ടിയുടെ നാവിൻ തുമ്പിൽ നിന്ന് വരുന്നൊരു വാക്ക്, മാഷേ അത് തൊടാൻ പാടില്ല. അധ്യാപകനോട് പറയുകയാണ് അത് തൊടാൻ പാടില്ല. തിരിച്ചു ചോദിക്കും എന്താണത് കാരണം, വല്ല ബോംബുണ്ടോ? അപ്പോ കുട്ടി പറയുന്നൊരു വാക്യം, ഇല്ല സാർ അത് ബോംബല്ല, അത് ഖുർആനാണ്. അത് ഖുർആനാണ് എന്ന് എന്റെ ഉസ്താദ് മദ്രസയിൽ നിന്ന് പഠിപ്പിച്ചിട്ടുണ്ട്. അമുസ്ലിങ്ങളായ ആളുകൾ ഈ ഖുർആൻ തൊട്ടാൽ കണ്ണു പൊട്ടിപ്പോകുമെന്ന് എന്നെ പഠിപ്പിച്ചിട്ടുണ്ട്, അതുകൊണ്ട് തൊടാൻ പാടില്ല. നല്ല സമർത്ഥ്യമുള്ള ആളുകളാണെന്ന് ചോദിക്കും, വല്ല ബോംബുണ്ടോ എന്ന് ചോദിക്കും. ഇതാണ് നമ്മുടെ സമുദായത്തിന്റെ അവസ്ഥ. എന്നാൽ ഖുർആൻ അത് മാനവിക സമുദായങ്ങളെ കണ്ണു തുറപ്പിക്കുന്ന ഗ്രന്ഥമാണ് എന്ന് ഖുർആൻ ശക്തമായി കൊണ്ട് പറയുന്ന ഒരു കാര്യമാണ്. ഖദ് ജാഅകും ബസായിറു മിർ റബ്ബികും ഫമൻ അബ്സറ ഫലിനഫ്സിഹി. ഖുർആൻ 6-ാം അധ്യായം 104-ാമത്തെ സൂക്തം. എന്താണ് ഖുർആൻ പറയുന്നത്? അത് മാനവിക സമുദായങ്ങളെ മുഴുവൻ, ഈ ലോകത്ത് പിറന്നു വീണ മുഴുവൻ ആളുകളെയും കണ്ണു തുറപ്പിക്കുന്ന ഗ്രന്ഥമാണ് ഈ ഖുർആൻ എന്ന് കൃത്യമായി പഠിപ്പിക്കുകയാണ് ചെയ്യുന്നത്. പക്ഷേ ഇന്നത്തെ സാഹചര്യത്തിൽ ഖുർആൻ പഠിക്കുന്ന രീതി പലപ്പോഴും കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഖുർആനുമായുള്ള നമ്മുടെ ബന്ധം എങ്ങനെയാണ്? മരിച്ച സ്ഥലങ്ങളിൽ ഖുർആൻ ഓതുന്ന രീതിയാണ് പലപ്പോഴും കാണുന്നത്. ഇങ്ങനെ മരിച്ച സ്ഥലങ്ങളിൽ പോയാൽ അവിടെയായിരിക്കും ഭക്തിയോടുകൂടി ഖുർആൻ ഓതുന്ന രംഗം കാണുന്നത്. നമ്മുടെ വീടുകളിൽ പലപ്പോഴും ഖുർആൻ ഓതുന്ന രംഗങ്ങൾ കാണുന്നില്ല. എന്താണ്? മരിച്ച വീടുകളിൽ പോയിക്കൊണ്ട് സൂറത്ത് യാസീൻ ഓതും. തെറ്റിദ്ധരിച്ചു. ഖുർആൻ 36-ാം അധ്യായം ശരിക്ക് ശ്രദ്ധിക്കുക. ഇങ്ങനെ ഓതുന്ന, ഇങ്ങനെ നടപ്പിലാക്കുന്ന ആളുകൾ ശരിക്ക് ശ്രദ്ധിക്കുക. ഖുർആനിലെ 36-ാം അധ്യായം സൂറത്ത് യാസീൻ 70-ാമത്തെ സൂക്തം അതാണ് പഠിപ്പിക്കുന്നത്. ലിയുൻദിറ മൻ കാന ഹയ്യ, അത് ജീവനുള്ളവർക്ക് താക്കീത് നൽകുവാൻ വേണ്ടിയാണ് എന്ന് അറിയിക്കുക. മനുഷ്യർ ഖുർആൻ പറയുന്നത് നേരെതിരായിക്കൊണ്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഖുർആൻ പറയുന്നത് മാനവിക സമുദായങ്ങൾക്ക് പഠിക്കുവാനും മനസ്സിലാക്കുവാനും അതോടൊപ്പം ജീവനുള്ളവർക്ക് താക്കീത് നൽകുവാനും വേണ്ടിയാണ് ഈ പരിശുദ്ധ ഖുർആൻ എന്ന് പറയുന്ന ഈ സൂക്തം തന്നെയാണ് മരിച്ചുപോയ, ഒന്നും കേൾക്കാത്ത മയ്യത്തിന്റെ മുമ്പിൽ വെച്ചുകൊണ്ട് ചൊല്ലുന്നത് എന്നാണ് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത്. ഇതാണ് നമ്മുടെ സമുദായത്തിന്റെ ഖുർആനുമായുള്ള ബന്ധങ്ങൾ കാണുവാൻ സാധിക്കുന്നത്. സഹോദരന്മാരെ, ഇന്ന് നമ്മുടെ നാടുകളിൽ, നമ്മുടെ നാട് ഇന്ന് കേരളത്തിന്റെ ആദ്യ ഭാഗത്തും ഈ അവസാന ഭാഗത്ത് കാസർഗോഡ് ജില്ല, ഈ കാസർഗോഡ് ജില്ലയുടെയും തിരുവനന്തപുരം ജില്ലയും എടുത്ത് മാത്രം പരിശോധിച്ചു നോക്കുക. സമുദായത്തിന്റെ അവസ്ഥ, ശിർക്കുകളും ബിദ്അത്തുകളും കുന്നുകൂടി നിൽക്കുന്ന ഒരവസ്ഥയാണെന്ന് പലപ്പോഴും കാണുന്നത്. കേരളത്തിന്റെ ആദ്യവും അവസാനവും തിരിഞ്ഞു നോക്കിയാൽ ഇതാണ് കാണുവാൻ സാധിക്കുന്നത്. പക്ഷേ ഇന്ന് മുസ്ലിം സമുദായങ്ങളെ ഒന്നടങ്കം നയിച്ചുകൊണ്ടിരിക്കുന്ന ആളുകൾ പലപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ ആളുകളെ തെറ്റിദ്ധരിക്കുവാൻ വേണ്ടി, ഞാൻ നേരത്തെ സൂചിപ്പിച്ചല്ലോ ഖുർആൻ എന്തിനാണ് ഇറങ്ങിയത് എന്ന്.
മാനവിക സമുദായങ്ങൾ കണ്ണു തുറപ്പിക്കുന്നതാണ് വിശുദ്ധ ഗ്രന്ഥം. അത് പഠിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യേണ്ടത് ഓരോരുത്തരുടെയും ബാധ്യതയാണ് എന്ന്. എന്നാൽ സഹോദരന്മാരെ, നമ്മൾ ശ്രദ്ധിക്കുക. ഈ എന്റെ കയ്യിലിരിക്കുന്നത് മാന്ത്രിക ചികിത്സ എന്നുള്ളൊരു പുസ്തകമാണ്. നമ്മുടെ ബുക്ക് സ്റ്റാളുകളിൽ, പല ബുക്ക് സ്റ്റാളുകളിലും കാണുവാനും വാങ്ങിക്കുവാനും സാധിക്കും. KB മുഹമ്മദ് മുസ്ലിയാർ പന്താവൂർ രചിച്ചിരുന്ന ഈ കിതാബിൽ എന്താണ് പരിശുദ്ധ ഖുർആനെ സംബന്ധിച്ച് പറയുന്നത് എന്ന് നോക്കാം. വല്ലാത്ത അത്ഭുതമാണ്. എന്താണ്? സൂറത്ത് ഹിജറിന് പല പ്രത്യേകതകളുമുണ്ട്. ശ്രദ്ധിക്കുക, സൂറത്ത് ഹിജറിന് പല പ്രത്യേകതകളുമുണ്ട്. അതൊരാളിൽ എഴുതി കെട്ടിയാൽ, നോക്കണം, പൈസ ഉണ്ടാക്കുന്ന പരിപാടിയാണ്. അതെങ്ങാനും ആരെങ്കിലും എഴുതി കെട്ടിയാൽ അയാൾക്ക് ഭക്ഷണം വിഷമാകുമെന്നാണ്. ഖുർആൻ പറഞ്ഞത്, ഖുർആൻ അത് ശമനമാണ് എന്നാണ് ഖുർആൻ പറഞ്ഞിട്ടുള്ളത്. ഞാൻ നേരത്തെ ഓതി വെച്ചല്ലോ. ഈ ഗ്രന്ഥത്തിൽ പറയുന്നത്, ഇത് ആരെങ്കിലും എഴുതി കെട്ടിയാൽ അത് അവന്റെ ഭക്ഷണം വിഷമാകുക തന്നെ ചെയ്യും. കൊള്ളക്കെടുതികളിൽ നിന്നും ലാഭമുണ്ടാകും, ജനങ്ങളുടെ സ്നേഹപാത്രമാകും, ലാഭം വർദ്ധിക്കുകയും ചെയ്യും. എത്രയെത്ര ആളുകളാണ് സഹോദരന്മാരെ കടമിടപാടുകൾ മൂലം ബുദ്ധിമുട്ടുന്ന ആളുകൾ. എത്രയെത്ര ആളുകളാണ് കച്ചവട സ്ഥാപനങ്ങൾ തുടങ്ങിയതിനു ശേഷം നഷ്ടം മൂലം പൂട്ടിവെച്ചിരിക്കുന്ന ആളുകൾ. അവർക്കറിയാമായിരുന്നില്ലേ, സൂറത്ത് ഹിജർ കെട്ടിയാൽ, അത് പാരായണം ചെയ്താൽ അത് ലാഭമുണ്ടാകുമെന്ന് ഇവർക്കറിയില്ലേ? പക്ഷേ ആളുകളെ തെറ്റിദ്ധരിപ്പിക്കുകയാണ് ചെയ്യുന്നത്. ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഇതിലൂടെ പ്രചരിപ്പിക്കുന്നതായി കാണുവാൻ സാധിക്കും. ഇതിന്റെ 59 പേജിൽ കാണുവാൻ സാധിക്കുന്ന ഒരു കാര്യമാണ്. ഇതെങ്ങാനും ഖുർആനിന്റെ ഏതെങ്കിലും ഭാഗങ്ങൾ എഴുതി കെട്ടിയാൽ, ഏതെങ്കിലും ഒരു ഭാഗം കെട്ടിയാൽ ജയിലുള്ള വ്യക്തി മോചനം നേടുമെന്നാണ്. സഹോദരന്മാരെ, ആലോചിച്ച് നോക്കുക. ജയിലിൽ ഒരാൾ പ്രവേശിച്ചു കഴിഞ്ഞാൽ അവൻ ജയിലിൽ നിന്ന് മോചനം നേടാൻ ഖുർആൻ എഴുതി കെട്ടിയാൽ മതി എന്നാണ്. പക്ഷേ ഖുർആൻ പറയുന്നത്, ഖുർആൻ പഠിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യുക, അത് ജീവിതത്തിൽ പകർത്തുവാൻ വേണ്ടിയാണ് ഖുർആൻ പറയുന്നത്. പക്ഷേ നമ്മുടെ സമുദായം പലപ്പോഴും ഖുർആനെതിരെ ചെയ്തുകൊണ്ടിരിക്കുന്ന രംഗമാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. ഖുർആൻ പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്നത് ഏറ്റവും നല്ല കാര്യമാണ് എന്ന് അല്ലാഹുവിന്റെ മുത്തഹബീബ് ജീവിതത്തിൽ ഒരിക്കലും തെറ്റ് ചെയ്യാത്ത, ഒരു മനുഷ്യനെ പോലും ദ്രോഹിക്കാത്ത, ഒരു മനുഷ്യനെ പോലും അകാരണമായി അടിക്കാത്ത ലോകത്തിന്റെ ഗുരുനാഥൻ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്, ഖൈറുക്കും മൻ തഅല്ലമൽ ഖുർആൻ വഅല്ലമഹു. ഖുർആൻ പഠിക്കുകയും അത് പഠിപ്പിക്കുകയും അവനേക്കാൾ ഏറ്റവും ഉത്തമനായിക്കൊണ്ട് പിന്നെ ആരാണ് ഉള്ളത് എന്ന് ഈ ഖുർആനിൽ പഠിക്കേണ്ടത്. ഈ ഖുർആനെ സംബന്ധിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്, വലഖദ് യസ്സർനൽ ഖുർആന ലിദ്ദിക്ർ ഫഹൽ മിൻ മുദ്ദക്കിർ. ഈ ഖുർആൻ എളുപ്പമാണ് എന്നും പ്രയാസപ്പെടുത്തുന്നില്ല. അത് നിങ്ങൾ ചിന്തിക്കുന്നില്ലേ എന്നാണ് ഖുർആൻ ചോദിക്കുന്നത്. ഇന്ന് പലപ്പോഴും ഖുർആന് മുമ്പായിക്കൊണ്ട് തന്നെ പല ആളുകളും പ്രാമുഖ്യം നൽകുന്നത് മാലക്കിതാബുകൾക്കും ഖുത്ബാത്തിനും ഇഖ്ബാലിന്റെ കഥകൾക്ക് മാത്രം പ്രാധാന്യം നൽകിക്കൊണ്ട് പ്രസംഗിക്കുന്ന ആളുകളെയും കാണുവാൻ സാധിക്കും. എത്രയെത്ര ആളുകളാണ് പ്രസംഗത്തിൽ ഒരു 50 ആയത്തുണ്ടാവില്ല, മാലക്കിതാബിൽ നിന്നുള്ള ബൈത്തുകളും പാട്ടുകളും പാടി വിരലെണ്ണാവുന്ന പരിശുദ്ധ ഖുർആനിന്റെ ആയത്തുകളായിരിക്കും പലപ്പോഴും ഓതുക. നമ്മുടെ ഖുർആനുമായുള്ള ബന്ധം എവിടെയാണ് എത്തിയത് എന്ന് പരിശോധിച്ചു നോക്കുക. ഇങ്ങനെ ചുരുങ്ങിക്കൊണ്ടിരിക്കുകയാണ് യഥാർത്ഥത്തിൽ ചെയ്യുന്നത്. ഖുർആനിലെ 54-ാം അധ്യായം സൂറത്ത് ഖമർ 17-22 സൂക്തം അതാണ് പഠിപ്പിക്കുന്നത്. ഖുർആൻ നിങ്ങൾക്ക് എളുപ്പമാണ്, അത് നിങ്ങൾ പഠിക്കണം, അത് മനസ്സിലാക്കണം എന്നുള്ള ഒരു കാര്യം നമ്മൾ ആലോചിച്ചു നോക്കുക. ഇന്ന് പല വീടുകളിലും ഖുർആനിന്റെ പരിഭാഷകൾ കുറവാണ്. എന്താണ് കാരണം? പണ്ടുകാലത്ത് പറഞ്ഞിട്ടുണ്ട്, ഖുർആൻ പഠിക്കൽ, അതിന്റെ പരിഭാഷ പഠിക്കൽ, അതിന്റെ അർത്ഥം പഠിക്കൽ യാതൊരു നിർബന്ധവുമില്ല. നിർബന്ധമെന്ന് മാത്രമല്ല, സൂറത്ത് ഫാത്തിഹയുടെ അർത്ഥം പോലും പഠിക്കൽ ഒരു മുസൽമാന് നിർബന്ധമല്ല എന്ന് പ്രചരിപ്പിച്ച കാലഘട്ടമുണ്ടായിരുന്നു. അതിനാൽ ഖുർആൻ പഠിച്ചാൽ ആളുകൾ നന്നായി പോകും. ഖുർആൻ പഠിച്ചാൽ
ആളുകൾ നന്നായി പോകും. ആളുകൾ നന്നായാൽ നമ്മൾ പറയുന്ന രീതിയിൽ അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളും പ്രചരിപ്പിക്കുന്ന രീതി കിട്ടില്ല എന്ന് മനസ്സിലാക്കിയത് കൊണ്ടാണ് ഇത്തരം ആളുകൾ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. മാലക്കിതാബുകളായിരിക്കും പലപ്പോഴും വീടുകളിൽ ഒന്നാം സ്ഥാനം ലഭിക്കുന്നത്. അല്ലേ? നമ്മുടെ പഴയ കാലത്തുള്ള നമ്മുടെ വീടുകളിൽ പരിശോധിച്ചു നോക്കുക, അവിടെയൊന്നും പരിഭാഷയുണ്ടാകില്ല. ഖുർആനിന്റെ പരിഭാഷ അറിയാത്ത ആളുകളായിരിക്കും പല വയസ്സുള്ള സ്ത്രീകളും പുരുഷന്മാരും പറഞ്ഞു പോകാറുണ്ട്, നമുക്കേതായാലും ഇത് പഠിക്കാനുള്ള ഭാഗ്യം ഉണ്ടായില്ലല്ലോ. കാരണം എന്താ? ഇത് പഠിക്കേണ്ട കാലത്ത് പണ്ട് പുരോഹിതന്മാർ പറഞ്ഞു കൊടുത്തു, ഖുർആൻ അത് പരിഭാഷ പഠിക്കേണ്ട ആവശ്യമില്ല, അത് ഓദിക്കുക. നമ്മൾ ആലോചിച്ച് നോക്കുക സഹോദരന്മാരെ, ഖുർആൻ ഹുദൻ ലിന്നാസ്, മാനവിക സമുദായങ്ങൾക്ക് സന്മാർഗം സൃഷ്ടിക്കുന്നതാണ്. ആ സന്മാർഗത്തിൽ അകപ്പെടണമെങ്കിൽ ഖുർആനിന്റെ അകത്ത്, ഖുർആനിന്റെ ആന്തരങ്ങളിൽ എന്താണ് പറയുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതില്ലേ? ഒരു ഇംഗ്ലീഷ് പുസ്തകം, നമുക്ക് ആർക്കും ഇംഗ്ലീഷ് അറിയില്ല എന്ന് വിചാരിച്ചിരുന്നു. ഒരു ഇംഗ്ലീഷ് പുസ്തകം നമ്മൾ എടുത്ത് വായിക്കുകയാണ്, നമുക്കാണെങ്കിൽ ആർക്കും അറിയില്ല. അത് അങ്ങനെ വായിച്ചുകൊണ്ട് കാര്യമുണ്ടോ? ഇല്ല. മറിച്ച് അതിൽ പറയുന്ന ഓരോ കാര്യങ്ങളും തനിക്ക് മനസ്സിലാകണം, എന്നാൽ മാത്രമേ വായിച്ചുകൊണ്ട് കാര്യമുള്ളൂ. സഹോദരന്മാരെ, ഖുർആനിന്റെ ഏടുകൾ ഓരോ ദിവസവും പരിശോധിച്ചു നോക്കുകയാണെങ്കിൽ അത് പഠിക്കുകയും മനസ്സിലാക്കുകയും ചെയ്ത എത്ര ആളുകളാണ് ഇസ്ലാമിലേക്ക്, ഇസ്ലാമിന്റെ ആദർശങ്ങളിലേക്ക് വന്നതായിക്കൊണ്ട് കാണുവാൻ സാധിക്കും. ഇനി എനിക്ക് പറയാതിരിക്കാൻ വയ്യ, നാളെ പടച്ച തമ്പുരാന്റെ പ്രവാചകൻ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നാളെ പറയുന്ന ഒരു രംഗമുണ്ട്. ഖുർആൻ 25-ാം അധ്യായം സൂറത്ത് ഫുർഖാൻ 30-ാമത്തെ സൂക്തം. നാളെ അല്ലാഹുവിന്റെ പ്രവാചകൻ പറയും, വഖാല الرسول يا ربي إن قوم اتخذوا هذا القرآن مهجورا. എന്റെ റബ്ബേ, എന്റെ സമുദായം ഇതാ ഈ പരിശുദ്ധ ഖുർആനിനെ അകന്ന ഗോണിയിലേക്ക് തള്ളിയിരിക്കുകയാണ്. ഇവർ ഓതിയിരുന്നത് പരിശുദ്ധ ഖുർആനായിരുന്നില്ല, മാലക്കിതാബുകളും ഖുതുബാത്തുകളുമായിരുന്നു ഓതിയിരുന്നത്. ഇസ്ലാമിനെ പഠിക്കാൻ ഇവർ മെനക്കെട്ടിരുന്നില്ല. നമ്മൾ ആലോചിച്ച് നോക്കുക, അള്ളാഹുവിന്റെ മുത്ത ഹബീബ് നാളെ പരാതിയുമായി കൊണ്ട് വരുന്ന രംഗമാണ് ഖുർആൻ പറഞ്ഞിട്ടുള്ളത്. എന്ന് നമ്മൾ ആലോചിച്ച് നോക്കുക, കേരളത്തിൽ മുജാഹിദിന്റെയും സുന്നിയുടെയും തബ്ലീഗിന്റെയും ജമാഅത്തിന്റെയും എല്ലാ പ്രസ്ഥാനത്തിന്റെയും പള്ളികൾ ഒരുപാടുണ്ട്. ഒരുപാട് പ്രസ്ഥാനക്കാരുടെ പള്ളികളുണ്ട്. ഇവിടെയെല്ലാം വെള്ളിയാഴ്ച നേരങ്ങളിൽ ഖുതുബ നടക്കാറുണ്ട്. വെള്ളിയാഴ്ച നേരങ്ങളിൽ ഖുതുബ നടക്കാറുണ്ട്. ഈ സമയത്ത് സുന്നി പള്ളികളിൽ പോയി ഒരു മനുഷ്യൻ ചോദിക്കുകയാണ് ഉസ്താദിനോട്, ഉസ്താദേ, താങ്കൾ ഓതുന്ന കിതാബ് ഏതാണ് എന്ന്. അദ്ദേഹം പറയുന്നത് ഇബ്നുൽ നബാത്തിന്റെ കിതാബാണ്, അതാണ് ഞാൻ ഓതിക്കൊണ്ടിരിക്കുന്നത് എന്ന്. ആ മനുഷ്യൻ ചോദിക്കുകയാണ്, അല്ല ഉസ്താദേ, ഇത് റസൂലിന്റെ കാലത്തുണ്ടായിരുന്നോ? ഇത് റസൂലിന്റെ കാലത്തുണ്ടായിരുന്നോ? റസൂൽ ഇങ്ങനെയാണ് നിർവഹിച്ചത് എന്ന് ചോദിക്കുമ്പോൾ അദ്ദേഹത്തിന് എന്താണ് മറുപടി ഉണ്ടാവുക? ഇല്ല, മിസ്രയിൽ ജനിച്ച് ജീവിച്ചിരുന്ന ഈ പണ്ഡിതനാണ് ഇത് രചിച്ചിരുന്നത്. അദ്ദേഹം അന്ന് പറഞ്ഞിരുന്ന, ശരിക്കും മനസ്സിലാക്കുക, അന്നേരം അദ്ദേഹം പറഞ്ഞിരുന്ന കാര്യങ്ങൾ ഒരു ഗ്രന്ഥത്തിൽ ക്രോഡീകരിച്ച് അതാണ് കേരളത്തിന്റെ മുഴുവൻ ഭാഗങ്ങളിലും സുന്നി പള്ളികളിൽ ഖുതുബ നിർവഹിച്ചുകൊണ്ടിരിക്കുന്നത്. അല്ലേ? മുജാഹിദിന്റെ പള്ളിയിലേക്ക് പോവാം, എന്നിട്ടോ അത് മെമ്പർമാൻ കാണുന്ന എന്താണ്? പരിശുദ്ധ ഖുർആനാണ്. അത് എന്താ ചോദിക്കുക? അല്ല, ഇതെന്താ ഇത് പരിശുദ്ധ ഖുർആൻ? ഇതാണ് നിങ്ങൾ ഓതുന്നത്? അതെ. ഇതാണോ ഖുതുബകളിൽ പറയുന്നത്? അതെ. ഇത് റസൂൽ ചെയ്തതാണോ? അതെ. ഇതാണ് ഉത്തരം. അല്ലാഹുവിന്റെ മുത്ത ഹബീബ് 14 നൂറ്റാണ്ടുകൾക്ക് മുമ്പ് അവിടുത്തുണ്ടായിരുന്ന ജനങ്ങൾക്ക് പഠിപ്പിച്ചു കൊടുത്തത് പരിശുദ്ധ ഖുർആനും ഹദീസുമായിരുന്നു. അല്ലേ സഹോദരന്മാരെ, നമ്മുടെ നാടിന്റെ വിവിധ പ്രദേശങ്ങളിൽ ഇന്ന് അക്രമങ്ങളും പല പ്രശ്നങ്ങളും നടന്നുകൊണ്ടിരിക്കുകയാണ്. ഒരു വ്യാഴാഴ്ച ദിവസമാണ് ഇങ്ങനെ പ്രശ്നങ്ങൾ ഉണ്ട് എന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ മുജാഹിദിന്റെ മിമ്പറുകൾ അവരോട് പറഞ്ഞു കൊടുക്കും, ഇസ്ലാമിന്റെ ആദർശം അവർക്ക് പറഞ്ഞു കൊടുക്കും, ചെയ്യാൻ പാടില്ലാത്തതാണ് നിങ്ങൾ ചെയ്തത് എന്ന്. സുന്നി പള്ളികളിൽ നിന്നാണെങ്കിലോ പറഞ്ഞു കൊടുക്കാൻ സാധിക്കും? അല്ലേ? കള്ളു കുടിക്കുന്ന ഒരു വ്യക്തി സുന്നിപ്പള്ളികൾ വെള്ളിയാഴ്ച നേരത്ത് പോവുകയാണ്. അന്നത്തെ ഖുതുബ എന്താണ്?
കള്ള് ഹറാമാണ്, അത് നിങ്ങൾ കുടിക്കുവാൻ പാടില്ല, അത് പരിശുദ്ധ ഇസ്ലാം ഹറാമാക്കിയതാണെന്നൊക്കെ അറബിയിൽ പറയും. അത് ഇറങ്ങിയതിനു ശേഷം ഒരു മനുഷ്യൻ കള്ളു കുടിക്കുക. അപ്പൊ അയാളോട് ചോദിക്കുക, അല്ല സുഹൃത്ത്, നീ ഇന്ന് ഉച്ചക്ക് നേരത്തെ നിസ്കരിക്കാൻ പോയില്ലേ? പിന്നെ ഞാൻ നിസ്കരിക്കാൻ പോയിരുന്നു. നിസ്കരിക്കാൻ ഞാൻ പോയിരുന്നു. പള്ളിയിൽ നിന്ന് പറയുന്നത് നീ കേട്ടില്ലേ, കള്ളു കുടിക്കാൻ പാടില്ലെന്ന്? അങ്ങനെ പറഞ്ഞിരുന്നു, എനിക്ക് മനസ്സിലായില്ല അല്ലേ? മുജാഹിദിന്റെ പള്ളിയിൽ പോയ ഒരു വ്യക്തി അങ്ങനെയല്ല പറയുക. എന്താണ് പറയുക? ഇസ്ലാമിന്റെ ആദർശങ്ങൾ പഠിപ്പിച്ചു കൊടുത്തപ്പോൾ ഇത് ഖുർആനെതിരാണ്, ഇത് സുന്നത്തിനെതിരാണെന്ന് പറഞ്ഞപ്പോൾ അവന്റെ ജീവിതത്തിൽ മാറ്റമുണ്ടായി. ഈ പ്രദേശത്ത് 2-3 വർഷങ്ങൾക്ക് മുമ്പ് ഇത്രയും പ്രവർത്തകന്മാരും ആളുകളും ഇസ്ലാഹി പ്രസ്ഥാനത്തിലേക്കുണ്ടായിരുന്നില്ല. എങ്ങനെയാണ് ഉണ്ടാകാനുള്ള കാരണം ഞാൻ പറയാതെ തന്നെ അറിയാം. കേരളത്തിന്റെ ഗ്രാമാന്തരങ്ങളിൽ, പട്ടണ പ്രദേശങ്ങളിൽ ഇസ്ലാഹിന്റെ പ്രവർത്തകന്മാർ നടന്നു ഇസ്ലാമിനെ പരിചയപ്പെടുത്തി കൊടുക്കാൻ. ഇന്ന് നമ്മൾ ആലോചിച്ച് നോക്കുക, 7-ാം നൂറ്റാണ്ടിൽ ഉണ്ടാക്കിയ ബുർദ ഇന്ന് നമ്മുടെ കേരളത്തിൽ ഏറ്റവും കൂടുതൽ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഖുർആൻ എന്നല്ല പ്രചരിപ്പിക്കുന്നത്, ബുർദ മജ്ലിസ് അല്ലേ? കഴിഞ്ഞ ദിവസം പരിശുദ്ധമായ പെരുന്നാളിന്റെ ദിവസം തന്നെ എന്റെ നാട്ടിൽ തളിപ്പറമ്പിന്റെ അടുത്ത് തന്നെയാണ് ബുർദ മജ്ലിസ്. ആ സ്റ്റേജ് കണ്ടാൽ തന്നെ സഹോദരന്മാരെ അത്രമാത്രം ഭംഗിയോടുകൂടി എത്രയെത്ര ആളുകളാണ് വന്നുകൊണ്ടിരിക്കുന്നത്. മഗ്‌രിബിന്റെ സമയത്ത് തട്ടമിടാത്ത സ്ത്രീകളാണ് ഒന്നാമത്തെ സഫിൽ പോയിരിക്കുന്നത്. പള്ളിയിൽ ഒന്നാമത്തെ സഫിലില്ലാത്ത പല ആളുകളും അവിടെ ഒന്നാമത്തെ സഫിലാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇനി ആലോചിച്ച് നോക്കുക, ഇതിന്റെയൊക്കെ അർത്ഥം എന്താണ് പറയുന്നത്? അതിന്റെ ഓരോ നിയമങ്ങളും, ബുർദ ചൊല്ലേണ്ട നിയമങ്ങൾ ആ പുസ്തകത്തിൽ കാണുവാൻ സാധിക്കും. 14, 15, 16 പേജുകളിൽ ബുർദയുടെ പുസ്തകങ്ങൾ. ആ ബുർദ ചൊല്ലുമ്പോഴുള്ള മര്യാദകൾ പഠിപ്പിക്കുകയാണ്. ഒന്ന് വുളൂണ്ടാക്കണം. രണ്ടാമത്തേത് ഖിബിലക്ക് നേരെ തിരിഞ്ഞിരിക്കണം. എന്നാൽ മുത്തഹബീബിന് അവതരിച്ച പരിശുദ്ധ ഖുർആൻ ഉണ്ടല്ലോ, മാനവിക സമുദായങ്ങളെ ഹിദായത്തിലേക്കാക്കുന്ന ഈ പരിശുദ്ധ ഖുർആൻ ഓതുമ്പോ വുളു വേണ്ട അല്ലേ? ഇത് പിശാച് നമ്മളെ പറഞ്ഞ് തെറ്റിപ്പിക്കുകയാണ്. ഖുർആൻ ഓതാൻ നിൽക്കുന്ന സമയത്താണ് വുളുവില്ലാതെ തൊടാൻ പാടില്ലട്ടോ ഖുർആൻ. അപ്പൊ നമ്മൾ മാറി നിൽക്കും. പിശാചിന്റെ പരിപാടിയാണ്. ഖിബിലക്ക് നേരെ ഇടേണ്ട ആവശ്യമില്ല ഖുർആൻ ഓതുമ്പോൾ. പ്രായോഗിക സഹോദരന്മാരെ, ഇന്ന് സമുദായങ്ങൾ പലപ്പോഴും ഇതാണ് അവതരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ആളുകൾക്ക് പറഞ്ഞു കൊടുക്കുകയാണ്. ബുർദ നിങ്ങൾ കേട്ടവരുണ്ടാകും, പലപ്പോഴും കേട്ടിട്ടുണ്ടാകാം. ഞാൻ കേട്ടിരുന്നു. അതിൽ കേട്ടാൽ അതിൽ ലയിച്ചു പോകും. അതിൽ പല സംഗീതങ്ങളുമുണ്ട്. അതിലേക്ക് പോവുകയാണെങ്കിൽ വിഷയം അവസാനിക്കില്ല. നമ്മൾ ആലോചിച്ച് നോക്കുക, 7-ാം നൂറ്റാണ്ടിലാണ് ഇത് അവതരിച്ചത് എന്ന് ആ കിതാബിൽ തന്നെ പറയുകയാണ്. 7-ാം നൂറ്റാണ്ടിൽ. അപ്പോ 7-ാം നൂറ്റാണ്ടിന് മുമ്പുള്ള ആരും ഇതിനെ മനസ്സിലാക്കിയില്ല എന്നല്ല മനസ്സിലാക്കുവാൻ സാധിക്കുന്നത്. അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് ഖുർആൻ പഠിക്കണമെന്ന്. ഖുർആൻ പഠിക്കാത്ത ഒരു സമുദായങ്ങളെ സംബന്ധിച്ച് പരിശുദ്ധ ഖുർആൻ പറയുന്നത് മസലല്ലദീന ഹുമിലുത് തൗറാത്ത സുമ്മ ലൻ യഹ്മിലുഹാ കമസൽ ഹിമാരി യഹ്മിലു അസ്ഫാറാ. ഖുർആൻ 62-ാം അധ്യായം സൂറത്ത് ജുമാ 5-ാമത്തെ സൂക്തം പഠിപ്പിക്കുകയാണ്. യഹൂദന്മാരെയും ക്രിസ്ത്യാനികളെയും യഹൂദന്മാരെ സംബന്ധിച്ച് പഠിപ്പിക്കുകയാണ്. അവർക്ക് വേദഗ്രന്ഥം അവതരിപ്പിച്ചിട്ടും അത് മനസ്സിലാക്കാതെ ആ ആദർശത്തിൽ നിന്ന് മാറിപ്പോയവരാണ് യഹൂദന്മാർ. അതുപോലെ നിങ്ങൾ ആകുവാൻ പാടില്ല എന്ന വിശുദ്ധ ഖുർആൻ പഠിക്കുകയാണ്. ഖുർആനിലെ 2-ാം അധ്യായം സൂറത്ത് ബഖറ 44-ാമത്തെ സൂക്തം അത് തന്നെയാണ് പഠിപ്പിക്കുന്നത്. അല്ല, നിങ്ങൾ വേദഗ്രന്ഥം പാരായണം ചെയ്യുന്നില്ലേ? വേദഗ്രന്ഥത്തെ അകന്യഗോടിയിലേക്ക് തള്ളിയതുപോലെയുള്ള ആളുകളെ പോലെ ആകുവാൻ പാടില്ല. അള്ളാഹുവിന്റെ ഒരു ഉപമയൊക്കെ സഹോദരന്മാരെ, ഒരു കഴുതയുടെ പുറത്ത് ഒരു വലിയ ഇൽമിന്റെ കിതാബുമായിക്കൊണ്ട് പേര് നടക്കാം. ആ കഴുതക്ക് അറിയുമോ എന്റെ പുറത്ത് വലിയ കിതാബുകളാണ് ഏറ്റു നടക്കുന്നത് എന്ന്? ഇല്ല. അതുപോലെയായിരിക്കും നമ്മളുണ്ടായിത്തീരുക എന്ന്. ഇതുപോലെയായിരിക്കും നമ്മളുണ്ടായിത്തീരുക. പരിശുദ്ധ ഖുർആൻ നമുക്ക് മുമ്പിൽ ഇറങ്ങിയിട്ടും അതിനെ മനസ്സിലാക്കാതെ അതിനെ പേര് നടക്കുന്ന കഴുതകളെ പോലെയായിരിക്കുമെന്ന് പരിശുദ്ധ ഖുർആനിന്റെ ഉപമയെ സംബന്ധിച്ച സഹോദരന്മാരെ നമ്മൾ കൃത്യമായി മനസ്സിലാക്കുക. ഖുർആനിന്റെ മഹത്വത്തെ സംബന്ധിച്ചിട്ട് അതാണ് ഞാൻ പറഞ്ഞത്. കാലിക പ്രസക്തമായ കാര്യങ്ങളാണ് സൂചിപ്പിക്കാനുള്ളത്.
ഖുർആൻ പഠിക്കാത്ത ആളുകളായതുകൊണ്ടാണ് പലപ്പോഴും വഴിതെറ്റ് നടക്കുന്നത്. ഖുർആനെ പറ്റി എന്താണ് പറയുന്നത്? ലൗ അൻസൽനാ ഹാദൽ ഖുർആൻ അലാ ജബലിൻ ലറഅയ്തഹു ഖാശിഅൻ മുതസദ്ദിആ മിൻ ഖശിയത്തില്ലാഹ്. ഖുർആനിലെ 59-ാം അധ്യായം സൂറത്ത് ഹശ്റിന്റെ 21-ാമത്തെ സൂക്തം. ഈ പരിശുദ്ധ ഖുർആനാണെങ്കിലും ഒരു ജബലിന്റെ, ഒരു പർവ്വതത്തിന്റെ മുകളിലെങ്ങാനും അവതരിക്കുകയാണെങ്കിൽ താഴ്മയോടുകൂടി അല്ലാഹുവിനെ ഭയപ്പെട്ടുകൊണ്ട് അതാ പൊട്ടിത്തെറിക്കുമെന്നാണ്. ഇത്രമാത്രം മാഹാത്മ്യമുള്ളതാണ്. ആളുകൾ ചിലപ്പോൾ മനസ്സിലാക്കും ഖുർആൻ ബോംബാണ്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചല്ലോ, അല്ല, അങ്ങനെയല്ല. മറിച്ച് അത്രമാത്രം ശക്തി ഉണ്ട് എന്നാണ് ഈ ഖുർആൻ പഠിച്ചവർക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത് എന്നാണ് പറയുന്നത്. ഇനി ഖുർആൻ പഠിക്കാതിരിക്കാൻ നമ്മളെ പലപ്പോഴും പ്രേരിപ്പിക്കുന്നത് പിശാചാണ്. ഇസ്ലാമിന്റെ ആദർശങ്ങളെ പഠിക്കുന്ന സമയത്തായിരിക്കും നീ ചെയ്യാൻ പാടില്ല എന്ന് പ്രേരിപ്പിക്കുന്നത് പിശാചായിരിക്കും. ഇതും ഖുർആൻ വളരെ കൃത്യമായി കൊണ്ട് പറയുന്ന ഒരു കാര്യം. ഖുർആനിലെ 20-ാം അധ്യായം 24-ാമത്തെ സൂക്തം പഠിപ്പിക്കുകയാണ്. ആരെങ്കിലും എന്റെ ഖുർആനിനെ, എന്റെ ദിക്റിനെ മനസ്സിലാക്കിയിട്ടും അതിൽ നിന്ന് മാറിപ്പോകുകയാണെങ്കിൽ നാളെ ഖിയാമത്ത് നാളിൽ അവനെ അന്ധനെ പോലെയാക്കി തീർക്കുക തന്നെ ചെയ്യുമെന്ന്. മനസ്സിലായില്ലേ? ഖുർആൻ പഠിക്കാതെ അതിൽ പറയുന്ന കാര്യങ്ങൾ മനസ്സിലാക്കാതെ അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങൾക്ക് പിന്നാലെ പോവുകയാണെങ്കിൽ നാളെ അള്ളാഹുവിന്റെ മുമ്പിലെത്തുന്ന സമയത്ത് അന്ധനെ പോലെയാക്കി തീർക്കുമെന്നാണ്. ഈ സമയത്ത് ആ മനുഷ്യൻ ചോദിക്കുന്ന ഒരു വാക്കുണ്ട്, പടച്ച തമ്പുരാനെ, ഞാൻ ഇന്നലെ വരെ കണ്ണ് കാണുന്ന വ്യക്തിയായിരുന്നല്ലോ, പിന്നെ എന്തിനാണ് എന്നെ കണ്ണ് കാണാത്തവനായിക്കൊണ്ട് ഇവിടെ ജീവിപ്പിച്ചത് എന്ന് ചോദിക്കുമ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്, ഖാല കദാലിക അതതക ആയാതുനാ ഫനസീതഹാ വകദാലിക യൗമൻ തുൻസാ. ഖുർആൻ 20-ാം അധ്യായം സൂറത്ത് ത്വാഹ 126-ാമത്തെ സൂക്തം. അല്ലയോ ഈ ചോദിക്കുന്ന ആളോട് പറയുകയാണ്, ഇന്നലെ എന്റെ ദിക്റിനെ സംബന്ധിച്ച്, ആയത്തിനെ സംബന്ധിച്ച് നിനക്ക് കൃത്യമായി പറഞ്ഞു തന്നപ്പോൾ അതിൽ നിന്ന് നീ മാറി നിന്നില്ലേ, അതിനെ നീ മറന്നു കളഞ്ഞില്ലേ, അതിനാൽ നിന്റെ കാര്യത്തിലും ഞാനിതാ മറന്നിരിക്കുകയാണ് എന്ന് പറഞ്ഞുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആൻ പഠിക്കാതെ ഇസ്ലാമിനെ മനസ്സിലാക്കാത്ത ആളുകളെ നരകത്തിലേക്ക് തള്ളുന്ന രംഗമാണ് ഇവിടെ പഠിപ്പിക്കുന്നത്. ആലോചിച്ച് നോക്കുക, എത്ര കാലമായി സഹോദരന്മാരെ, എത്ര കാലമായി നമ്മൾ ഖുർആൻ പഠിക്കാൻ തുടങ്ങിയിട്ട്, മനസ്സിലാക്കാൻ തുടങ്ങിയിട്ട്, എന്നിട്ട് നമ്മുടെ മനസ്സിന് ഒരു മാറ്റം ഉണ്ടായി. ഇതാണല്ലോ നമ്മുടെ ജീവിതത്തിന്റെ ലക്ഷ്യം. ഖുർആൻ മനസ്സിലാക്കലും അത് പഠിക്കലുമാണ്. എന്നാൽ ഖുർആനിലെ 8-ാം അധ്യായം 2-ാമത്തെ സൂക്തം പഠിപ്പിക്കുന്നത്, വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഖുർആനിന്റെ ആയത്തുകൾ കേട്ടാൽ, ഖുർആന്റെ അധ്യാപനങ്ങൾ കേട്ടാൽ അവരുടെ ഹൃദയം കീടലും കൊള്ളുമെന്നാണ്. നമുക്കുണ്ടായോ? എങ്ങനെ ഉണ്ടാകാൻ? ഇതുപോലുള്ള അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളും നിറഞ്ഞു നിൽക്കുന്ന ആളുകൾ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഖുർആനിന്റെ അധ്യാപനങ്ങൾ കേൾക്കുമ്പോൾ എങ്ങനെയാണ് സഹോദരന്മാരെ നമ്മുടെ മനസ്സിലേക്കുണ്ടായിത്തീരുക? ഇന്ന് സത്യം ചെയ്യുന്നത് തന്നെ വല്ലാത്തൊരു പ്രശ്നമാണ്. കഴിഞ്ഞ 3-4 ദിവസങ്ങൾക്ക് മുമ്പ് ഞാൻ ചന്ദ്രികയുടെ ഒരു സപ്ലിമെന്റ് എടുത്തു വായിച്ചപ്പോൾ കാണാൻ സാധിച്ചിരുന്നത് ഒരു പള്ളിയുടെ ഫോട്ടോമാണ്. മനസ്സിലാക്കുക, ഒരു പള്ളിയുടെ ഫോട്ടോമാണ്. ആ ലേഖനത്തിൽ ഒന്നടങ്കം എഴുതിയിരിക്കുന്നത് ഈ പള്ളിയിൽ പോയിക്കൊണ്ടായിരുന്നു ആളുകൾക്ക് സത്യം ചെയ്യുക എന്ന്. എന്നാൽ ഖുർആൻ പറയുന്നത് എന്താണ്? വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം അവൻ മുഴുവനും പരമേൽപ്പിക്കേണ്ടത് സർവശക്തനായ പടച്ച തമ്പുരാനിലേക്കാണ് എന്ന്. എന്റെ നാട്ടിലുണ്ട്, തളിപ്പുറമ്പിന്റെ അടുത്തുണ്ട് ഒരു പള്ളി, തങ്ങളെ പള്ളി എന്നതിന് പറയാം. ആ പള്ളിയിൽ പോയിട്ടാ എന്റെ ഉമ്മ ഇന്നലെ പറഞ്ഞൊരു കാര്യമാണ്. എന്താണെന്ന് വെച്ചാല് നമ്മുടെയൊക്കെ ചെറുപ്പകാലത്ത് ഈ തങ്ങളെ പള്ളി പോയിക്കൊണ്ടായിരുന്നു എന്ത് ചെയ്യുക? സത്യം ചെയ്യുക എന്ന്. സത്യം ചെയ്യല് ഈ തങ്ങളെ പള്ളി പോയിക്കൊണ്ടായിരുന്നു എന്നാണ്. ഭയങ്കര പേടിയാണ് എന്നാണ് ഈ ലേഖനത്തിൽ തന്നെ പറയുകയാണ്. കോടതിയിലെ വക്കീലന്മാരും പോലീസുകാരൊക്കെ വരുന്നത് കേസ് തെളിയിക്കാൻ പറ്റാത്ത കേസുകളൊക്കെ ഈ പള്ളിയിൽ വന്നുകൊണ്ടായിരുന്നു തെളിയിക്കുക എന്ന്. കാരണം എന്താ? അള്ളാഹനെ വിളിച്ച് സത്യം ചെയ്യണം എന്ന് പറഞ്ഞാൽ ആകെ പേടി ഉണ്ടാവില്ല, ഒരു പേടി ഉണ്ടാവില്ല. മറിച്ച് ഉള്ളാഹെ നിങ്ങളെ വിളിച്ച് സത്യം ചെയ്യണം എന്ന് പറഞ്ഞാലോ ആകെ പേടിയാ, പിന്നെ ഒരു കളവും പറയില്ല.
ഇതല്ലേ സഹോദരന്മാരെ നമ്മുടെ സമുദായത്തിന്റെ അവസ്ഥ? ഇതിൽ നിന്ന് മാറണമെങ്കിൽ പരിശുദ്ധ ഖുർആനും ഹദീസും പഠിച്ചാൽ മാത്രമേ നമുക്ക് സാധിക്കുകയുള്ളൂ. അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഹാബികളിൽപ്പെട്ട ഒരു സഹാബി അബ്ദുല്ലാഹ് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു, അദ്ദേഹം പറയുന്നത്, നമുക്ക് പരിശുദ്ധ ഖുർആനിന്റെ ഒരു ആയത്ത് പഠിച്ചാൽ, അത് കേട്ടാൽ, അത് പഠിച്ച് മനസ്സിലാക്കി അത് ജീവിതത്തിൽ പകർത്തിയതിന് ശേഷമേ മറ്റുള്ള ആയത്ത് നോക്കുന്ന. അപ്പോ എത്ര കാലായി സഹോദരന്മാരെ ഖുർആന്റെ ആയത്തുകൾ കേൾക്കാൻ തുടങ്ങിയിട്ട്? നമ്മൾ പഠിച്ചോ? മനസ്സിലാക്കിയോ? പഠിച്ച ഒരു വ്യക്തിക്കും അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളും നിറഞ്ഞൊരു സ്വഭാവം ഉണ്ടാവില്ല. മൗലവി സുനീർ ചിങ്കത്തിലയുടെ ക്ലാസ് ഉണ്ടായിരിക്കും, അതും കേട്ടുകൊണ്ടായിരിക്കണം നിങ്ങൾ എല്ലാവരും മടങ്ങിപ്പോകേണ്ടത്. സത്യം ശ്രമിക്കുക, പക്ഷപാതിത്വമില്ലാതെ സത്യം ഏതാണെന്ന് മനസ്സിലാക്കി അസത്യത്തെ വലിച്ചെറിഞ്ഞുകൊണ്ട് യഥാർത്ഥ വിശ്വാസത്തിലേക്ക് വരുവാൻ പരമാവധി സഹോദരന്മാരെ നമ്മൾ ശ്രമിക്കുക. എങ്ങനെയൊക്കെ ഇസ്ലാമിനെ പഠിക്കാൻ നമുക്ക് സാധിക്കുമോ അങ്ങനെയൊക്കെ പഠിക്കാൻ പരമാവധി ശ്രമിക്കുക. സർവശക്തനായ പരശുതമ്പുരാൻ നമുക്ക് ഏവർക്കും തൗഫീഖ് നൽകുമാറാകട്ടെ.